ദൈവത്തിന് സ്തുതി. ഈ അനുഗ്രഹീതമായ ആത്മീയ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ബിജുവച്ചൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനരായ പാസ്റ്റർമാർ, മനോഹരങ്ങളായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘ അംഗങ്ങൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം തമ്പുരാൻ എനിക്ക് അനുവദിച്ചു തന്ന ഈ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞാനിവിടെ വന്ന് നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് തന്നെ സങ്കടം തോന്നിപ്പോയി. ഞാൻ ഇത്രയും മെനക്കെട്ട് വരണമായിരുന്നു. കാരണം കോവിഡിൻ്റെ പ്രയാസമാണോ, കൊച്ചമ്മ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രയാസമാണോ, എന്തുകൊണ്ടാണെന്നറിയില്ല, ആകെപ്പാടെ എല്ലാവരും വലിയ മനപ്രയാസത്തിലാണ്. എനിക്കിനെ സങ്കടപ്പെട്ടിരിക്കുന്നവരോട് പ്രസംഗിക്കുന്നതേ എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം ദൈവത്തിൻ്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാണ്. അത് കഴിക്കുന്നവൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഒരുമാതിരി നഞ്ച് തിന്ന പോലെ ഇരുന്നാൽ എങ്ങനെയാണ് പ്രസംഗിക്കുക? ഞാൻ ദൈവവചനത്തിൽ ആനന്ദിക്കുന്ന ആളാണ്, സന്തോഷിക്കുന്ന ആളാണ്. അത് കേൾക്കുന്നവരുടെ മനസ്സിൽ അത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് വിട്ട് റിലാക്സ്ഡായി ദൈവവചനം കേൾക്കുന്ന സന്തോഷത്തോടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. നമ്മുടെ ഒരു കൂട്ടായ്മയാണല്ലോ, നമ്മളെല്ലാവരും ചേർന്നുള്ള ഒരു ദൈവവചന ശുശ്രൂഷയാണല്ലോ. എൻ്റെ പിന്നിൽ ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരിരിപ്പുണ്ട്. അവരുടെ പ്രാർത്ഥന, അവരോടൊപ്പമാണ് ഞാൻ നിന്ന് പറയുന്നത്. എൻ്റേതായി എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ദൈവവചനം പങ്കിടുകയാണ്. ഗായക സംഘ അംഗങ്ങളോട് ഞാൻ പറയുന്ന വേദഭാഗം ഇടയ്ക്കൊന്ന് മൈക്കിൽ കൂടെ വായിച്ചു തരാമെങ്കിൽ കേൾക്കുന്ന ആളുകൾക്കും ഒരു സന്തോഷമാവും, എനിക്കും ഒരു അല്പം സ്വാതന്ത്ര്യം കിട്ടും. അതിനോട് നിങ്ങൾ സഹായിക്കണം. ഞാൻ ഒത്തിരി ഒന്നും ഓടിച്ചു പോകത്തൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ പ്രദേശത്തൊക്കെ നിൽക്കാം, ഒരു മൈക്ക് എടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ ഇത്രയും ദൂരം വന്നതുകൊണ്ട് എൻ്റെ ഒരു ചെറിയ പേഴ്സണൽ കാര്യം കൂടെ പറയാം. ഞാൻ ഈ കോവിഡ് തുടങ്ങിയതിന് ശേഷം ദൈവവചന ശുശ്രൂഷ വളരെ വളരെ കുറഞ്ഞു പോയ ഒരു സാഹചര്യത്തിൽ ലോകത്തോട് ഇനി അധികകാൾ ദൈവവചനം പറയാൻ അവസരം ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്തതിനാൽ ഞാനൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് തന്നെ ലാസ്റ്റ് ഗോസ്പൽ എന്നാണ്. ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് കാണുകയും ചെയ്താൽ സഭാവ്യത്യാസം ഇല്ലാതെ ദൈവവചനം കേൾക്കുന്നതിനുള്ള നല്ല അവസരമുണ്ട്. 100-ലധികം എപ്പിസോഡുകൾ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. എൻ്റെ പേര് ദി ലാസ്റ്റ് ഗോസ്പൽ എന്നാണ്, അല്ലെങ്കിൽ PP തോമസ് എന്ന് അടിച്ചു കൊടുത്താലും മതി, നിങ്ങൾക്കത് കിട്ടും. നമുക്കെല്ലാവർക്കും സന്തോഷമായി ഈ സന്ധ്യയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് ഒരുങ്ങാം. ഞാനൊരു വാക്യം ആദ്യം വായിച്ച് തുടങ്ങാം. നമ്മുടെ ഒരു എക്യൂമെനിക്കൽ കൺവെൻഷനാണല്ലോ. എല്ലാവർക്കും വളരെ ഹൃദയസ്ഥമാക്കത്തക്ക തരത്തിൽ വളരെ ലളിതമായ ചില വേദഭാഗങ്ങൾ വായിച്ച് വളരെ ലളിതമായ വിധത്തിൽ ദൈവവചനം പങ്കിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 28-ാം വാക്യമാണ്. ദാനിയേൽ 6:28. എന്നാൽ ദാനിയേൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ഡാനിയേൽ പ്രോസ്പെർഡ് ഡ്യൂറിങ് ദ റെയിൻസ് ഓഫ് ഡേറിയസ് ആൻഡ് സൈറസ് ദ കിങ് ഓഫ് പേർഷ്യ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ രാത്രി സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിൽ ദൈവവചനം ശ്രവിക്കുവാനായി കൂട്ടായ്മയായി ഞങ്ങൾ കൂടി വന്നിരിക്കുമ്പോൾ സ്വർഗമേ, അവിടുന്ന് ഞങ്ങളോട് കനിവ് കാണിക്കണമേ. അവിടുത്തേക്ക് ഞങ്ങളോട് പറയാനുള്ളത് ബലഹീനനായ അടിയനിലൂടെ പറയണമേ. അടിയൻ ആവശ്യമായ കൃപ തരണമേ, ബലം തരണമേ, ആത്മാവിൽ നിറയ്ക്കണമേ. കേൾക്കുന്നതിന് മക്കളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ, നിങ്ങളുടെ ദുഃഖഭാവം കണ്ടപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്ത സ്ഥലങ്ങളിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കി. ഈ ആളുകളോടൊക്കെ നമ്മൾ കാണുമ്പോൾ വളരെ ഔപചാരികതയുടെ പേരിൽ നമ്മൾ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുണ്ട് വിശേഷം? അല്ലെങ്കിൽ അവരവരുടെ ഭാഷ അനുസരിച്ചാണ് ചോദിക്കുന്നത്. ഞാൻ കുറേ കാലം എൻ്റെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തായിരുന്നു. സായിപ്പന്മാരെ കാണുമ്പോൾ ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ അവർ ഉടനെ പറയും ഐ എം ഫൈൻ, താങ്ക് യു. ഞാനൊരു 3 ടേം ഡൽഹിയിലാണ് ശുശ്രൂഷ ചെയ്തത്. ഏതാണ്ട് 9 വർഷത്തോളം ഡൽഹിയിൽ ശുശ്രൂഷ ചെയ്തതാണ്. ഡൽഹിയിൽ ആളിനെ കണ്ട് കൈസായി എന്ന് ചോദിച്ചാൽ അവർ പറയും അച്ഛായ് എന്ന് പറയും. ഒന്നുകൊണ്ട് അടുത്ത് ചോദിച്ചാൽ പറയും ബേത്ത് ബഡിയായ് എന്ന് പറയും. ഞാൻ കുറേ കാലം കൽക്കട്ടയിൽ ബിഷപ്സ് കോളേജ് സെമിനാരി അധ്യാപകനായിരുന്നു.
ഇപ്പോൾ ഒരു ബംഗാളിയെ കാണുമ്പോൾ, നമ്മുടെ നാട്ടിലും ബംഗാളികളാണല്ലോ ഇപ്പോൾ ധാരാളം പേര്, അവരെ കാണുമ്പോൾ ചോദിക്കാൻ പറ്റിയ ബംഗാളി ഞാൻ പഠിപ്പിക്കാം. അവരെ കാണുമ്പോൾ ഖെമോനാശോ എന്ന് ചോദിച്ചാൽ പറയും ബാലുവാച്ചൻ. ഞാൻ കുറേ കാലം മൂന്നാറിലാണ് ശുശ്രൂഷ ചെയ്തത്. അവിടെ തമിഴ്നാട്ടുകാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അവരെ കാണുമ്പോൾ എപ്പടി ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയും നല്ല ഇരിക്കുകയാണ്. ഞാൻ കുറേ കാലം കാസർഗോഡ് ശുശ്രൂഷ ചെയ്തതാണ്, വടക്കൻ കേരളത്തിൽ. അവിടെ ഒരാളിനെ കണ്ട് എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ അവർ പറയും നല്ല വിശേഷം. ഞാൻ പത്തനംതിട്ട ജില്ലക്കാരൻ, തുമ്പോങ്കാരനാണ്. പത്തനംതിട്ടക്കാരും ഇത് ആലപ്പുഴ ജില്ലയാണ് തോന്നുന്നു. ആലപ്പുഴക്കാരോടും കണ്ട് എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ പറയും എന്നാ പറയാനാച്ചാ, ഒരു വിധമൊക്കെ അങ്ങ് പോവുകയാണ്. ഭൂമിയിലേത് മനുഷ്യനോട് എപ്പോൾ കണ്ട് എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ അവരെല്ലാവരും പറയും സുഖമായിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. ഇത്രയും ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച ഈ ഒരു ജാതി മാത്രം എപ്പോൾ ചോദിച്ചാലും എന്നാ പറയാനാച്ചാ. അമ്മച്ചിമാരോടൊക്കെ ചോദിച്ചാൽ പറയും ഒരു ഗുണവും ഇല്ല ചാ, ഈ പോക്ക് പോയാൽ ഒരു ഗുണവും ഒട്ട് വരാൻ പോകുന്നുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ദൈവവചനത്തിന് ചുറ്റിരിക്കുമ്പോൾ ഈ ദൈവവചന ശുശ്രൂഷ കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഏത് മനുഷ്യനോടും ഇനി ആര് എപ്പോൾ ചോദിച്ച് എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ പറയണം ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു എന്ന് പറയണം. ഇല്ലാത്ത ഒരെണ്ണം ഇന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകരുത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും പഴയ സ്വഭാവമാണെങ്കിൽ അച്ഛനോടോ പാസ്റ്റർമാരോടോ പറഞ്ഞേച്ച് ശവടക്കിൻ്റെ ഡേറ്റ് വാങ്ങിക്കുന്നത് നല്ലതാണ്. ഇതിനേക്കാൾ ഗ്യാരൻ്റിയുള്ള സാധനം എവിടെ കിട്ടാനാണ് അല്ലേ? ഞാനിവിടെ വായിച്ച വേദഭാഗം ശ്രദ്ധിച്ചല്ലോ. ഒരു മനുഷ്യനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന മനോഹരമായൊരു പ്രയോഗമാണ്. ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിൻ്റെ വാഴ്ചയിലും ശുഭകരമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ. നമ്മളെപ്പോലെ തന്നെ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയുടെ നടുവിലായ ഒരു മനുഷ്യൻ, ഏതെല്ലാം പ്രതിസന്ധി ഉണ്ടായിട്ടും ജീവൻ തന്നെ അപകടത്തിലായിട്ടും അവൻ ശുഭകരമായി ജീവിച്ചു എന്ന് ദൈവവചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, കൊറോണയുടെ വകഭേദങ്ങൾ ഏതായാലും, ഡെൽറ്റ ആയാലും ഒമൈക്രോൺ ആയാലും ഇനി വരാനിരിക്കുന്നത് എന്തായാലും, ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം എന്ത് വന്നാലും മാറ്റമില്ലാത്ത ദൈവം കൂടെയുള്ളത് കൊണ്ട് എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഞാൻ ശുഭകരമായി ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയാത്തവൻ ദൈവ പൈതലല്ല എന്ന് ഞാൻ തീർത്ത് പറയുന്ന ആളാണ്. അതുകൊണ്ട് നാം ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇനി പറയരുത് എന്നാ പറയാനാ എന്ന് ചോദിക്കരുത്. സുഖമായിരിക്കുന്നു എന്ന് പറയാൻ കഴിയണം. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ ശുഭകരമായി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ ഇത്ര വലിയ പ്രത്യേകത? ദാനിയേൽ ആരാണെന്നും അവനിപ്പോൾ എവിടെയാണെന്നും അവൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ നിലപാട് എന്താണെന്നും തിരിച്ചറിയാൻ മാത്രമേ അവൻ്റെ ഈ വാക്കിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഈ ദാനിയേലിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഈ രാത്രി നമുക്കൊരുമിച്ച് ധ്യാനിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത്, ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. BC 587, യേശു കർത്താവ് ജനിക്കുന്നതിന് 587 വർഷം മുമ്പ് യെരൂശലേമിൽ നടന്ന ഒരു ചരിത്ര സംഭവമാണ് ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേദപുസ്തകം കെട്ടുകഥയല്ല, വേദപുസ്തകം ആരോ ഒരു രാത്രി സ്വപ്നം കണ്ടപ്പോൾ എഴുതിയ കഥയല്ല, ചരിത്ര സംഭവമാണ്. ഈ ലോകത്തിൻ്റെ ഏടുകളിൽ നടന്ന ചരിത്ര സംഭവമാണ് വിശുദ്ധ വേദപുസ്തകം. ദാനിയേലിൻ്റെ പുസ്തകം ഒരു അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുമെങ്കിൽ പോലും ഓർക്കുക, ചരിത്ര സംഭവമാണ്. യേശു കർത്താവ് ജനിക്കുന്നതിന് 587 വർഷം മുമ്പ് ബാബിലോണിലെ രാജാവായിരുന്ന നെബൂഖദ്നേസർ യെരൂശലേം പിടിച്ചടക്കി. യെരൂശലേം പട്ടണം തകർത്ത് തരിപ്പണമാക്കി. യെരൂശലേമിൻ്റെ മതിലുകൾ ഇടിച്ച് നിരത്തി. ദൈവത്തിൻ്റെ ആലയം ചുട്ടുകരിച്ചു. അവിടെ ഉണ്ടായിരുന്ന പൂജാപാത്രങ്ങളെല്ലാം എടുത്ത് തൻ്റെ രാജ്യത്ത് ശിനാർ ദേശത്ത് തൻ്റെ ദേവൻ്റെ ഭണ്ഡാരഗ്രഹത്തിൽ കൊണ്ടുപോയി വെച്ചു. അതിനെ തുടർന്ന് തൻ്റെ ഓഫീസർമാരിലായിരുന്ന അശ്പനാസിനെ വിളിച്ചിട്ട് അവനോട് പറയുകയാണ്, നീ യെരൂശലേമിൽ ചെന്ന് കണ്ടാൽ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ മുഴുവൻ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവിടെ എഴുതിയിട്ടുണ്ട് എങ്ങനെയുള്ള ആളുകളെയാണ് കൊണ്ടുവരേണ്ടതെന്ന്. രാജസന്തതിയിലുള്ളവർ, കുലീനന്മാർ, വിദ്യാപരിജ്ഞാനികൾ, സകല ജ്ഞാനത്തിലും നിപുണന്മാർ, സൗന്ദര്യമുള്ളവർ, ആരോഗ്യമുള്ളവർ, രാജസന്നിധിയിൽ ശുശ്രൂഷിപ്പാൻ യോഗ്യരായ ചെറുപ്പക്കാരെ മുഴുവൻ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അങ്ങനെ ബാബിലോണിലോട്ട് പിടിച്ചുകൊണ്ട് പോയ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ദാനിയേൽ. അവിടെ കൊണ്ടുപോയ മറ്റ് പലരുടെയും പേരുകൾ നമുക്കറിയാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എല്ലാവരെയും അന്ന് പിടിച്ചുകൊണ്ട് പോയതാണ്. ആ കൂട്ടത്തിൽ പിടിച്ചുകൊണ്ട് പോകപ്പെട്ട ആളാണ് ദാനിയേൽ.
ഇപ്പോൾ ദാനിയേൽ ഒരു ശത്രു രാജ്യത്താണ്. ദാനിയേലിൻ്റെ ഇപ്പോഴത്തെ സോഷ്യൽ സ്റ്റാറ്റസ് അവനൊരു അടിമയാണ്. ലിവിങ് ഇൻ എ ഫോറിൻ ലാൻഡ് ആസ് എ സ്ലേവ്. എന്നിട്ടും ദാനിയേൽ ശുഭകരമായി ജീവിച്ചു. എങ്ങനെയാണ് ദാനിയേലിനത് കഴിഞ്ഞത്? ദാനിയേലിൻ്റെ ജീവിതത്തിലെ 2-3 പ്രത്യേകതകൾ നമ്മൾ ഒരുമിച്ച് ഈ രാത്രി ധ്യാനിക്കാൻ ആരംഭിക്കുകയാണ്. വളരെ ലളിതമായ വിധത്തിൽ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം. വാക്യങ്ങൾ അറിയാൻ മഞ്ഞാഞ്ഞിട്ടല്ല, എങ്കിലും ഇവരുടെ സഹകരണം കൂടെ കിട്ടുമ്പോൾ നമുക്കൊരുമിച്ച് കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകാം എന്ന ആഗ്രഹത്തിൽ ദാനിയേൽ എങ്ങനെ ശുഭകരമായി ജീവിച്ചു എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെ നിയമിപ്പിപ്പാൻ ദാരിവേശന് ഇഷ്ടം തോന്നി. ദാരിയാവേശ് രാജാവ് ഭരണ സൗകര്യാർത്ഥം തൻ്റെ രാജ്യത്തെ 120 പ്രോവിൻസുകളായിട്ട് തിരിക്കാൻ തീരുമാനിച്ചു. ഈ 120 പ്രോവിൻസുകൾ ഭരിക്കാനായി 120 ഓഫീസർമാരെ നിയമിച്ചു. ഈ 120 ഓഫീസർമാരെ സൂപ്പർവൈസ് ചെയ്യാനായി 3 പേരെ നിയമിച്ചു. വായിച്ചോ. ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. ബാബിലോണിലെ രാജാവ് തൻ്റെ രാജ്യത്തെ ഭരണ സൗകര്യാർത്ഥം 120 പ്രോവിൻസുകളായിട്ട് തിരിച്ച് ആ 120 പ്രോവിൻസുകളിലും ബാബിലോൺകാരായ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച് ഈ 120 പേരെ സൂപ്പർവൈസ് ചെയ്യാനായി 3 പേരെ നിയമിച്ചതിൽ 2 പേര് ബാബിലോൺകാരും ഒരാൾ ഇസ്രായേലിൽ നിന്ന് അടിമയായ ദാനിയേലും ആയിരുന്നു. വാക്യം വായിക്കാം. രാജാവിന് നഷ്ടം വരാതിരിക്കാൻ എന്തിനാണ് ഈ 3 പേരെ നിയമിച്ചത് എന്ന് ചോദിച്ചാൽ, രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് ഈ 120 പേര് ഈ 3 പേർക്ക് കണക്ക് ബോധിപ്പിക്കണമായിരുന്നു. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഈ 120 ഓഫീസർമാർ രാജാവിൻ്റേത് അടിച്ചു മാറ്റുന്നുണ്ടോ എന്നറിയാൻ ഇവർ കൊണ്ടുപോയി കണക്ക് ഓഡിറ്റ് ചെയ്ത് ഈ 3 പേരെ ഏൽപ്പിക്കണമായിരുന്നു. അവരിലൊരാളാണ് ദാനിയേൽ. വായിച്ചോ. എന്നാൽ വായിച്ചോ ബാക്കി. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടവരായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും ശ്രേഷ്ഠനായി വിളങ്ങി. ഡാനിയേൽ എക്സംപ്ലിഫൈഡ് ഹിംസെൽഫ്. ഈ 122 പേരെക്കാൾ ദാനിയേൽ പ്രഗത്ഭനായിരുന്നു. അതുകൊണ്ട് രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം മലയാളികളാണല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ രാജ്യത്താണ് ഈ സ്ഥിതിയെങ്കിൽ 123 ഓഫീസർമാരേ ഉള്ളൂ രാജാവ് കഴിഞ്ഞാൽ. 122 പേരും മലയാളികളാണ്. ഒരാൾ മലയാളി അല്ലാത്ത ഒരാളാണ്. അയാൾ മിടുക്കനായതുകൊണ്ട് അയാളെ പ്രധാനമന്ത്രിയാക്കാൻ രാജാവ് തീരുമാനിച്ചു. ഈ ബാക്കി 122 പേരും കൂടെ എന്നാ ചെയ്യും? മലയാളിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ജോലിയും നല്ലതായിട്ട് അറിയാവുന്നൊരു വാക്കുമുണ്ട്. എന്താണ്? പാരവെക്കും, അല്ലേ? പാരവെപ്പ് കേരളത്തിൽ തുടങ്ങിയല്ലോ കേട്ടോ, ഇത് ബാബിലോണിൽ തുടങ്ങിയതാണ്. സംശയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കിയോ. അടുത്ത വാചകം വായിക്കുമ്പോൾ മനസ്സിലാവും. രാജാവ് അവരെ സർവ്വ രാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. തീർന്നില്ല, അല്പം കൂടെ ഉണ്ടാ വാക്യം. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. എന്തുകൊണ്ട്? ദാനിയേൽ ശുഭകരമായി ജീവിച്ചു. ഡാനിയേൽ വാസ് സോ ഫെയ്ത്ത്ഫുൾ ആൻഡ് ഓണസ്റ്റ്. ഡാനിയേൽ വിശ്വസ്തനായിരുന്നു. ഔദ്യോഗിക രംഗത്ത് വിശ്വസ്തനായിരുന്നു ഡാനിയേൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശ്വസ്തത എന്ന വാക്കിന് എന്തെങ്കിലും വിലയുണ്ടോ? യെശയ്യാവ് ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ദാവീദ് രാജാവ്. അദ്ദേഹം ഇസ്രായേലിലെ മധുര ഗായകനായിരുന്നു. അദ്ദേഹം എഴുതിയ 78-ലധികം പാട്ടുകൾ നമ്മുടെ വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിൽ ചേർത്തിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 12-ാം സങ്കീർത്തനം. 12-ാം സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ
മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറഞ്ഞിരിക്കുന്നു. ഭക്തൻ എന്ന വാക്കിന് ദാവീദ് കൊടുക്കുന്ന എക്സ്പ്ലനേഷനാണ് വിശ്വസ്തൻ. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറഞ്ഞിരിക്കുന്നു. 200 വർഷം കഴിഞ്ഞ് ജീവിച്ചിരുന്ന ആളാണ് മീഖ പ്രവാചകൻ. BC 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് മീഖ. മീഖയുടെ പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചു പോയിരിക്കുന്നു, നേരുള്ളവൻ മനുഷ്യരുടെ ഇടയിൽ ആരുമില്ല. ഭക്തിമാൻ എന്നതിന് മീഖ കൊടുക്കുന്ന എക്സ്പ്ലനേഷനാണ് നേരുള്ളവൻ. 100 വർഷം കൂടെ കഴിഞ്ഞ് 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് ഇരമ്യാവ്. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? യെരുശലേമിൻ്റെ തെരുവീഥികളിൽ അന്വേഷിക്കുവിൻ, ഒരുവനെ കണ്ടെത്തിയാൽ. എത്ര പേരെയാണ്? ഒരുവനെ കണ്ടെത്തിയാൽ ഞാൻ ആ ദേശത്തോട് ക്ഷമിക്കും എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യം അതിശ്രേഷ്ഠമായ ഒരു വേദവാക്യമാണ്. യിരെമ്യാവ് 5:3: യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്. ഇന്ന് ഞാനൊരു സങ്കീർത്തനം എഴുതിയാൽ, ദാവീദിൻ്റെ ചുവട് പിടിച്ചെഴുതിയാൽ ഞാൻ ഇങ്ങനെ എഴുതാൻ മതി: യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാരെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ. വിശ്വസ്തതയുള്ള ഒരെണ്ണത്തിന് കണി കാണാനില്ലല്ലോ. ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഓർക്കുന്നു. ആദ്യം എനിക്കങ്ങ് സങ്കടം വന്നു പോയി കേട്ടോ. നിങ്ങളുടെ സ്വാഗത പ്രസംഗൻ വന്ന ആദ്യത്തെ വാചകം പറഞ്ഞപ്പോഴേ ഞാൻ അവിടെ നിന്ന് അങ്ങ് ചൂളിപ്പോയി. അദ്ദേഹം വിചാരിച്ചു തിരുവനന്തപുരത്ത് നിന്നൊരു മനുഷ്യനെ വിളിച്ചപ്പോൾ ഇയാൾ ചെറുപ്പക്കാരനാണ്, പുള്ളി എന്നെ ആകെപ്പാടെ ഒന്നേ നോക്കിയുള്ളൂ, പ്രായമായ ഒരു അച്ഛനാണ് എന്ന് പറഞ്ഞപ്പോഴേ ആ വിഷമം ഞാൻ ഓർത്ത് സങ്കടപ്പെട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. എനിക്കങ്ങനെ വലിയ പ്രായമൊന്നുമില്ല, ഞാൻ ഒറിജിനലായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നേക്കാൾ പ്രായമുള്ള ആളാണ് എന്നെ സ്വാഗതം ചെയ്തേച്ച് പോയത്, എന്നെ വല്യപ്പനെന്ന് വിളിച്ചേച്ച്. ഞാൻ ദുബായിലൊരു കൺവെൻഷന് പോയപ്പോഴേ കൺവെൻഷൻ കഴിയുമ്പോൾ ചെറുപ്പക്കാരിലുണ്ട്, അച്ഛാ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ഞങ്ങൾ ഡൈ ചെയ്തു. ഞാൻ മോനെ ഒരിക്കൽ ഞാൻ ഡൈ ആവും, അന്നേ ഉള്ളൂ ഡൈ. ചുമ്മാ പെരുമുറുക്കം ഉണ്ടാക്കാതിരിക്കാൻ പറഞ്ഞെന്നുള്ളത് കേട്ടോ. ഔദ്യോഗിക രംഗത്ത് വിശ്വസ്തതയുണ്ടോ? നമ്മൾ എന്തെല്ലാം തട്ടിപ്പാണ് കാണിക്കുന്നത്? എനിക്ക് പ്രായമായില്ല എന്ന് കാണിക്കാൻ വേണ്ടി അല്ലയോ ഈ കരിയും തേച്ചുകൊണ്ട് നടക്കുന്നത്? അല്ലേ അല്ലേ? എന്തിനാണ്? അതെല്ലാം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് അല്ലേ? ഞാൻ പലപ്പോഴും ഓർക്കുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയോടും പറയുന്നു, ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ കുറ്റം കൊണ്ടാണോ? അല്ലല്ലോ, ദൈവം നമ്പുരാൻ എന്നെ ഇങ്ങനെ ആക്കിയതുകൊണ്ടല്ലേ. ഞാൻ അതേ കയറി പണിയുന്നത് എന്തിനാ? ചുമ്മാ പറഞ്ഞ കേട്ടോ. ഔദ്യോഗിക രംഗത്ത് വിശ്വസ്തതയുണ്ടോ? ഞാൻ ഈ വിശ്വസ്തതയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിൽ എവിടെ പോയാലും ഞാൻ പറയുന്നൊരു സംഭവമുണ്ട്. അത് ഈ യൂട്യൂബിലൊക്കെ വൈറലായ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലായ ഒരു സാധനമാണ്. ഞാനിപ്പോൾ വന്നപ്പോൾ എന്നെ സ്വീകരിച്ച സ്നേഹിതൻ അനിൽ അത് പറയുകയും ചെയ്തു. അനിൽ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ഈ നമ്മുടെ നാട്ടിലെ അഴിമതിയെക്കുറിച്ച് പറയുകയാണ്. ഞാൻ പറയും, ഇന്ത്യ മഹാരാജ്യത്തിന് ലോകത്ത് 1-ാം സ്ഥാനം കിട്ടിയ ഒറ്റ കാര്യമുള്ളൂ. എന്തോന്നറിയാമോ? അഴിമതിക്ക് പേര് കേട്ട സ്ഥലമാണ് രാജ്യം. നമ്പർ 1 മേരി ഭാരത് മഹാൻ. കാരണം 1-ാം സ്ഥാനമാണ് നമുക്ക് അഴിമതിക്ക്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഈ സ്ഥലപ്പേര് എനിക്ക് ബിജു അച്ഛൻ ഇരുന്ന പള്ളിയുടെ പേര് മനസ്സിലായി, ചെന്നൈത്തല സൗത്ത് ശാല, അങ്ങനെയല്ലേ ചാച്ചൽപ്പുഴ. ഇവിടുത്തെ റോഡ് ടാർ ചെയ്യണമെങ്കിലും നമ്മുടെ മന്ത്രി ഇംഗ്ലണ്ടിൽ പോകും അത് പഠിക്കാൻ. അങ്ങനെയാണ് കേരളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊരു മന്ത്രി ഇംഗ്ലണ്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഇംഗ്ലണ്ടിലെ മന്ത്രിയുടെ വീട്ടിലാണ് താമസം അറേഞ്ച് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ ഒരു ഭയങ്കര കെട്ടിടം. ഈ കേരളത്തിൽ നിന്ന് പോയ പുള്ളി അങ്ങ് അത്ഭുതപ്പെട്ടു. എന്നോ വലിയ കെട്ടിടമാണ്. രാത്രി ഡിന്നറും ഒക്കെ കഴിഞ്ഞ് ടെറസിൻ്റെ മുകളിൽ കയറിയിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് പോയ പുള്ളി ചോദിച്ചു, ഇതെങ്ങനെ ഒപ്പിച്ചു? ഉടനെ ഇംഗ്ലണ്ടിലെ മന്ത്രി പറഞ്ഞു, ഇത് അങ്ങകലെ ഒരു നദി കണ്ടോ? ആ കണ്ടു. അതിൻ്റെ കുറുകെ ഒരു പാലം കണ്ടോ? ആ കണ്ടു. ആ പാലത്തിൻ്റെ 10% ഈ ബംഗ്ലാവ് എന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ നിന്ന് പോയ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഇംഗ്ലണ്ടിലെ മന്ത്രി കേരളത്തിൽ വന്നപ്പോൾ അന്ന് വീട്ടിൽ വന്ന് താമസിച്ച ആളല്ലേ, അയാളുടെ വീട്ടിൽ പോയി താമസിക്കാമെന്ന് വിചാരിച്ച് ചെന്ന് മുറ്റത്ത് ചെന്നപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന പുള്ളിക്ക് മോഹാലസ്യം വന്നുപോയി. കാരണം ബക്കിംഗ്ഹാം പാലസിനേക്കാൾ ഒരു പടുകൂറ്റൻ പാലസ്. രാത്രി ഡിന്നർ കഴിഞ്ഞു, ടെറസിൻ്റെ മുകളിൽ കയറി. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന പുള്ളി ചോദിച്ചു, ഇതെങ്ങനെ ഒപ്പിച്ചു? ഉടനെ കേരളത്തിലെ മന്ത്രി പറഞ്ഞു, അങ്ങകലെ ഒരു നദി കണ്ടോ? ആ കണ്ടു.
അതിന് കുറുകെ ഒരു പാലം കണ്ടോ? ഇല്ല. അവിടെ ഉണ്ടാവേണ്ടിയിരുന്ന പാലമാണ് ഈ ബംഗ്ലാവ് എന്ന് പറഞ്ഞു. ലോകത്തിൽ എല്ലായിടത്തും അഴിമതിയുണ്ട്, പക്ഷെ വേരോടെ വിഴുങ്ങുന്നത് നമ്മുടെ നാട്ടിലാണ്. അതും കഴിഞ്ഞേച്ച് വന്നിരിക്കുകയാണ്, തലയെ സ്കാർഫും കെട്ടി ഹല്ലേലൂയ കള്ളി. ആർ യു ഫെയ്ത്ത്ഫുൾ? ഔദ്യോഗിക രംഗത്ത് വിശ്വസ്തനാണോ? ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ വിശ്വസ്തനാണോ? ഒരു പാസ്റ്റർ എന്ന നിലയിൽ എൻ്റെ പിറകിലിരിക്കുന്ന സ്നേഹിതന്മാർ വിശ്വസ്തരാണോ? ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് യഹോവേ നിൻ്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നതെന്ന് പറയുമ്പോൾ ചങ്കെ തൊട്ടേച്ച് പറയാമോ ഐ ആം ഫെയ്ത്ത്ഫുൾ? എന്തുകൊണ്ടാണ് നിനക്ക് ഗുണം വരാത്തത്? എന്തുകൊണ്ടാണ് സ്വസ്ഥതയില്ലാത്തത്? യു ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ. ഡാനിയേൽ വാസ് സോ ഫെയ്ത്ത്ഫുൾ ആൻഡ് ഓണസ്റ്റ്. ദൈനംദിന ഇടപാടുകളിൽ വിശ്വസ്തതയുണ്ടോ? യേശു കർത്താവ് പറഞ്ഞ മനോഹരമായ രൂപമാണ്. ഒരുവൻ വിദേശത്ത് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് ഒരുവന് 5 താലന്ത്, ഒരുവന് 2 താലന്ത്, ഒരുവന് 1 താലന്ത് കൊടുത്തു. കുറേ കാലം കഴിഞ്ഞ് യജമാനൻ തിരികെ വന്നു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക് വന്നു. യജമാനനെ, നീ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 കൂടെ നേടിയിരിക്കുന്നു പറഞ്ഞു. യജമാനൻ പറഞ്ഞ വാചകം ഓർമ്മയുണ്ടോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുകയാണ്. 2 താലന്ത് ലഭിച്ചവൻ അടുക്ക് വന്നു. യജമാനനെ, നീ 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 കൂടെ നേടിയിരിക്കുന്നു. യജമാനൻ പറഞ്ഞ മറുപടി, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുന്നു. 1 താലന്ത് ലഭിച്ചവൻ അടുക്ക് വന്നു. യജമാൻ്റെ മുഖത്ത് നോക്കിച്ചൊരു ഡയലോഗാണ്, നീ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്നറിഞ്ഞ് 1 താലന്ത് ഫ്രീ ആയിട്ട് തന്നവൻ്റെ മുഖത്ത് നോക്കി വിളിക്കുകയാണ്, നീ കഠിന മനുഷ്യനാണ്. യജമാനൻ അവനെ വിളിച്ച വിളി ഓർമ്മയുണ്ടോ? ദുഷ്ടനും മടിയനുമായ ദാസനെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കോവിഡ് കാലത്ത് ഈ പന്തലിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ദൈവം നിൻ്റെ മുന്നിൽ വന്ന് നിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് വിളിക്കും നിന്നെ? നല്ലവനും വിശ്വസ്തനും എന്ന് വിളിക്കുമോ, അതോ ദുഷ്ടനും മടിയനും എന്ന് വിളിക്കുമോ? ഡാനിയേൽ വാസ് സോ ഫെയ്ത്ത്ഫുൾ. ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശ്വസ്തതയുണ്ടോ? നമ്മൾ എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നത്? കാര്യം സാധിക്കാൻ വേണ്ടിയാണ്, അല്ലേ? യേശു കർത്താവ് പറഞ്ഞത് എന്താണ്? ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, ആരെങ്കിലും എൻ്റെ നാമത്തിൽ ജീവനെ കളയാൻ ഇച്ഛിച്ചാൽ അതിനെ നേടും. നമ്മൾ എന്തിനാണ് വരുന്നത്? കളയാനാണോ എടുക്കാനാണോ? എന്തെങ്കിലും ദൈവത്തിൻ്റെ അടിച്ചു മാറ്റാനാണ്, അല്ലേ? ഇന്നും വന്നിരിക്കുകയാണ്, തിരുവനന്തപുരത്തും നിർത്തും വരുന്നുണ്ട്, വല്ലതും തരുമായിരിക്കും, അല്ലേ? കിട്ടാൻ വേണ്ടിയാണോ വന്നേ? ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറയാനാണോ വന്നേ? നമ്മൾ കിട്ടാൻ വേണ്ടി നടക്കുന്നവരാണ്. ഞാൻ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു വലിയ കൺവെൻഷൻ ഓർക്കുകയാണ്. ഇതിൻ്റെ ഒരു 10 ഇരട്ടി വലിപ്പമുള്ള പന്തൽ, നിറയെ ആൾ, ഇവരെ പോലെ വലിയ പ്രൊഫഷണൽ ഗായക സംഘമാണ് പാട്ട് പാടുന്നത്, ഗംഭീര പാട്ട്. അധ്യക്ഷവേദി നിറയെ വലിയ വലിയ VVIPs ആണ്. ക്രിസോസ്റ്റം തിരുമേനിയാണ് അധ്യക്ഷൻ. ഒരു 10-20 അച്ഛന്മാർ, പാസ്റ്റർമാർ, എക്യുമെനിക്കൽ കൺവെൻഷനാണ് ഞാനാ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇവരെ എല്ലാം കൂടെ സ്റ്റേജിൽ ഇരുന്ന് കണ്ടപ്പോൾ തന്നെ ഒരുമാതിരി പേടിച്ച് വേദപുസ്തകമൊക്കെ തുറന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാട്ട് ഇവിടെ എന്തായാലും അത് കേട്ടില്ല, അല്ലെ? പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഈ ഓർഗനകത്തോടെ ഒരു മ്യൂസിക് അങ്ങോട്ട് വന്ന് മൂപ്പിച്ച് ഈ നിൽക്കുന്ന പുള്ളി മൂത്ത ഇളകി അവിടെ ഇരിക്കുന്ന ഒരു ഉച്ചയും കുത്തി മറിഞ്ഞ് ഭയങ്കര ബഹളമാണ്. എന്തായാലും ഇവിടെ മൂപ്പീര് കേട്ടില്ല. ഞാൻ വിചാരിച്ചു മൂപ്പിക്കാൻ പോവാന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അങ്ങനെ അങ്ങ് പ്രാർത്ഥന അങ്ങ് മൂപ്പിക്കുകയാണ്. മൂപ്പിച്ചിരുന്നപ്പോൾ ഒരാൾ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്ന ആൾ, ഇന്ന് കൊച്ചമ്മ പ്രാർത്ഥിച്ച പോലൊന്നുമല്ല, പുള്ളി കർത്താവിനെ ആദ്യം ഒരു 5-6 വാക്യം അങ്ങ് പഠിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു, കർത്താവ് നിനക്കറിയാമല്ലോ, കാരണം അറിയത്തില്ലേ ഞാൻ പറഞ്ഞാൽ കേട്ടോളാനാണ് കർത്താവിനോട്. എന്നിട്ട് ഇങ്ങനെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിഷയം പറഞ്ഞു കൂട്ടുന്ന ഒരു വിഷയം പറഞ്ഞു, കർത്താവ് ഇന്നിടത്ത് ഇന്നാരുടെ മോള് എൻട്രൻസ് പരീക്ഷ എഴുതി വച്ചിരിക്കുകയാണ്, റിസൾട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ മക്കൾ, ഞങ്ങൾക്ക് 2 പെൺമക്കളാണ്, ഇരട്ടകളാണ്, ഞങ്ങളുടെ മക്കളും എൻട്രൻസ് പരീക്ഷ എഴുതി വച്ചിരിക്കുന്ന സമയമായിരുന്നു. ഞാനും അവിടെ നിന്ന് ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ മക്കളെ പോലൊരു കുഞ്ഞാണല്ലോ, ഞാനും ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വാചകം കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അയാൾ പറഞ്ഞു, കർത്താവെ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞ് എൻട്രൻസ് പരീക്ഷ എഴുതി തോറ്റുപോയതാണ്, ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ആ കുഞ്ഞിനോട് സിമ്പതി തോന്നി. അപ്പോൾ ഞാനും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അടുത്ത വാചകം കേട്ട് ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി.
കർത്താവേ, കഴിഞ്ഞ പ്രാവശ്യം തോറ്റ കുഞ്ഞ് ഈ പ്രാവശ്യം പരീക്ഷ എഴുതിയിരിക്കുകയാണ്. ആ പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ നീ എന്തെങ്കിലും തിരിമറി കാണിച്ചാൽ കുഞ്ഞിനെ അങ്ങ് ജയിപ്പിക്കണേ. ആ സ്റ്റേജിൽ ഞാൻ തലയും കുത്തി താഴെ വീണില്ലെന്നുള്ളതേ ഉള്ളൂ. പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്, ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നീ ആ പേപ്പർ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു തിരിമറി കാണിച്ച് ആ കുഞ്ഞിനെ അങ്ങ് ജയിപ്പിക്കണേ. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. കള്ള ക്രിസ്ത്യാനി. ആർ യു ഫെയ്ത്ത്ഫുൾ? ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ വിശ്വസ്തതയുള്ള ആളാണോ? നിൻ്റെ ജീവനെ നീ ദൈവത്തിന് കൊടുത്താൽ ദൈവം തമ്പുരാൻ നിൻ്റെ കാര്യം നോക്കിക്കോളും. നീ അതിനകത്ത് കയറി അലമ്പേണ്ട കാര്യമില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നില്ലേ, ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും. പക്ഷെ പ്രസാദം തോന്നണം. ദൈവത്തിന് പ്രസാദം തോന്നിയാൽ നിൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു ദൈവം ഉള്ളപ്പോൾ നീ ദൈവത്തോട് തരികിട കാണിക്കണമെന്ന് പറയണ്ട. തരികിട നിൻ്റെ സ്വഭാവമാണ്. ദൈവം തരികിടയുള്ള ദൈവമല്ല. ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. ദൈവം നോക്കുന്നത് ഒന്നേ ഉള്ളൂ. ഇരമ്യാവ് മറക്കല്ലേ, ഇരമ്യാവ് 5:3, യഹോവേ, നിൻ്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്. ഡാനിയൽ വാസ് സോ ഫെയ്ത്ത്ഫുൾ. ഇയ്യോബിനെ അറിയാമല്ലോ. ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് 3 പ്രാവശ്യം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. അവനെപ്പോലെ എന്താണ്? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, ദൈവഭക്തൻ ഭൂമിയിൽ ആരുമില്ലല്ലോ. നമ്മളെ നോക്കിയിട്ട് എന്ത് പറയും? ദൈവത്തിന് കൊടുക്കുന്നതിൽ വിശ്വസ്തതയുണ്ടോ? അനന്യാസ് അങ്കിളിനെയും സഫീറ ആൻറ്റിയെ അറിയാമല്ലേ? അപ്പോസ്തലന്മാരെല്ലാം കൂടി ഒരു തീരുമാനം എടുത്തു. നമ്മളെല്ലാവരും നമ്മുടെ പ്രോപ്പർട്ടി വിറ്റ് ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ കോമൺ ഫണ്ടിൽ അടയ്ക്കണം. എന്നിട്ട് ആവശ്യക്കാരന് ആവശ്യം അനുസരിച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്, എല്ലാവരും അവരുടെ വസ്തുവകകൾ വിറ്റ് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. പക്ഷേ അനന്യാസും സഫീറയും കൂടെ ഒരു സബ് കമ്മിറ്റി കൂടി. അച്ചായ, നമ്മളിതെല്ലാം കൂടെ വിറ്റങ്ങ് കൊണ്ട് കൊടുത്താൽ ഒരു പക്ഷേ ഈ പ്രസ്ഥാനം പൊളിഞ്ഞു പോയാൽ നമ്മൾ എന്നായും. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവർ വിലയിൽ കുറെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അപ്പോസ്തലന്റെ അടുത്ത് വന്നു. അനന്യാസ് കയറി വന്നപ്പോഴേ പത്രോസ് ചോദിച്ചു, അനന്യാസെ, ദൈവത്തെ കബളിപ്പിക്കാൻ നിങ്ങൾ 2 പേരും കൂടെ പറഞ്ഞൊത്തത് എങ്ങനെയാണ്? അയ്യോ, ഞങ്ങളെ അറിയത്തില്ലയോ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് വലിയ കൊടുപ്പുകാരാണ്, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞു. എല്ലാ കള്ളവും ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെയുള്ള കള്ളം മാത്രം ക്ഷമിക്കുകയില്ലെന്ന് പറഞ്ഞു തരാൻ പടവുന്നൊരു സൗണ്ട് കേട്ടു. അനന്യാസ് വീണ് വടിയായിപ്പോയി. ആരവിടെ? എടുത്തുകൊണ്ട് ഈ ഡെഡ് ബോഡി 2 പിള്ളേർ വന്ന് പൂക്കി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ സഫീറ ആൻറ്റി ഷിഫോൺ സാരിയൊക്കെ ചുറ്റി മുടിയൊക്കെ ബോബി ചെയ്ത് കയറി വരികയാണ്. വന്നപ്പോഴേ പത്രോസ് ചോദിച്ചു, സഫീറേ, നിങ്ങൾ 2 പേരും കൂടെ ദൈവത്തെ കബളിപ്പിക്കാൻ പറഞ്ഞൊത്തത് എങ്ങനെയാണ്? അച്ചായൻ എനിക്ക് കൊണ്ട് തന്നില്ലായിരുന്നു എല്ലാം. ഉടനെ പത്രോസ് പറഞ്ഞു, നിൻ്റെ അച്ചായൻ നുണ പറഞ്ഞു വീണ് അവനെ എടുത്തുകൊണ്ട് പോയവരുടെ കാലി വാതുക്ക വരെ ചെന്നിട്ടുള്ളൂ. പറഞ്ഞു തീർന്നില്ല, സഫീറായും വീണ് വടിയായിപ്പോയി. ഞാൻ അത് വായിക്കുമ്പോൾ അങ്ങ് ഓർക്കുകയാണ്, അവരിന്നലെ എടുത്തു വെച്ച സാധനം എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റേത് നീ എടുത്തു മാറ്റിയാൽ ഒരു പക്ഷേ ദൈവം പെട്ടെന്ന് നിന്നെ അങ്ങ് എടുക്കും കേട്ടോ. ആർ യു ഫെയ്ത്ത്ഫുൾ? ദൈവത്തിന് കൊടുക്കുന്നതിൽ വിശ്വസ്തതയുണ്ടോ? കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് വലിയ പ്രയാസമാണ്. അതിനു മുമ്പാണെങ്കിൽ ഇവർ ഈ ഷൂട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, എവിടെയൊക്കെ കൊണ്ട് കാണിക്കാനെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് പേടിയാണ്, പറയുന്ന കാര്യത്തിലൊക്കെ പേടിയാണ്. നമ്മൾ ഈ ബിജുവച്ചനും ഞാനും ഒക്കെ ഈ പുതിയൊരു സ്ഥലത്തോട്ട് ചെന്ന് പള്ളിയിലൊക്കെ കൊണ്ട് ചെന്ന് സന്ദർശനത്തിൽ ചെല്ലുമ്പോഴേ എന്നോ വാചകമെന്നറിയോ ആളുകൾ അടിക്കുന്നത്. അയ്യോ, പിന്നെ അയ്യോ, എന്തോ ഞങ്ങൾ ഭയങ്കര ആളുകളാണ്. മക്കളെത്ര പേര്? 2 പേരാണ്. എവിടേക്കാണ്? മൂത്തവനങ്ങ് അബുദാബിയിലാണ്. എന്താ ജോലി? എന്തോ പറയാനാ, അവൻ ഷെയ്ക്കിൻ്റെ റൈറ്റ് ഹാൻഡാണ്. അവൻ പറഞ്ഞില്ലെങ്കിൽ ഷെയ്ക്ക് പോലും ഷെയ്ക്കാവത്തില്ല, ആ പൊസിഷനിലാണ്. ഇളയ മോനോ അവനങ്ങ് ഷാർജയിലെ റോയൽ ഫ്ലൈറ്റിൻ്റെ ആളാണ്. അവൻ തീരുമാനിക്കണം എപ്പോൾ ഷെയ്ക്ക് പോകണം പോകണ്ടെന്ന്. അത്രയ്ക്ക് വലിയ പുള്ളിയാണ്. അപ്പച്ചൻ മുണ്ടുമൊക്കെ മടക്കി കൂത്തിയാണ് നടക്കുന്നത്. അത് കഴിയുമ്പോൾ അച്ഛനോ എനിക്കോ ദുർബുദ്ധി തോന്നിയ ഒരു പള്ളി പണിയാൻ തീരുമാനിക്കും. പിരിവിന് വേണ്ടി അപ്പച്ചൻ്റെ അടുത്ത് അപ്പച്ചനുടനെ പറയും, അവരാകെപ്പാടെ പോക്കാച്ചിരിക്കുക. അച്ഛൻ കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് വലിയ വിഷമാണ് അല്ലേ? 10-1 ദൈവത്തിന് കൊടുക്കും. അയ്യോ, അത് പെന്തക്കോസ്തുകാർക്ക് വേണ്ടി മാത്രമുള്ളതല്ലേ, ഞങ്ങൾക്കുള്ളതല്ല കേട്ടോ. നാണമില്ലേ നിനക്ക്? ദൈവം തന്നതിൻ്റെ 10-1 ദൈവത്തിന് കൊടുക്കാൻ. 10-1 കൊടുക്കാവുന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. അത്രയെങ്കിലും ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണ്. അവിടെ നമ്മൾ പറയുന്നത് എന്താണ്? പക്ഷേ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ഞാനൊരു കാര്യം പറയാം, തിരുവല്ലയിൽ നടന്ന ഒരു സംഭവം പറയാം.
85 വയസ്സുള്ള ഒരു അപ്പച്ചന് ചെസ്റ്റ് പെയിൻ ഉണ്ടായി. തിരുവല്ലയിലെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയുടെ പേരൊന്നും പറയുന്നില്ല. അവിടെ ചെന്ന് നോക്കിയപ്പോൾ 4 ബ്ലോക്കാണ് അപ്പച്ചന്. ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് ഓപ്പൺ ഹാർട്ട് സർജറി നടത്തണം. പക്ഷേ വയസ്സ് 85. ഡോക്ടർമാർ പറഞ്ഞു റിസ്ക്കാണ്. ഉടനെ അപ്പച്ചൻ പറഞ്ഞു മക്കൾ 2 പേരുള്ളൂ, 2 പേരും ഇംഗ്ലണ്ടിലാണ്. മക്കളോട് ചോദിച്ചതിന് ശേഷം തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ മക്കളെ കോണ്ടാക്ട് ചെയ്തു. മക്കൾ പറഞ്ഞു അപ്പച്ചനെ സർജറി ചെയ്യണം. അപ്പച്ചൻ എത്ര ദിവസമായാലും സൗഖ്യത്തോടെ ജീവിക്കുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം, എത്ര ചിലവ് വന്നാലും പ്രശ്നമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു റിസ്ക്കാണ്. മക്കൾ പറഞ്ഞു നോ പ്രോബ്ലം. അവർ 2 പേരും പറന്നെത്തി. അപ്പച്ചനെ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പച്ചൻ ആകെ 10 ദിവസം ആശുപത്രി കിടക്കേണ്ടി വന്നു. അപ്പച്ചനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ്. ബില്ലടച്ചിട്ട് വരാൻ പറഞ്ഞു. ഉടനെ അപ്പച്ചൻ പറഞ്ഞു ബില്ല് എന്നെ കാണിച്ചിട്ടേ അടയ്ക്കാവൂ എന്ന് പറഞ്ഞു. ഉടനെ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും ബില്ല് അപ്പച്ചനെ കാണിക്കരുത്. കാരണം ഈ ബില്ല് അപ്പച്ചനെ കാണിച്ചാൽ ഓപ്പൺ ഹാർട്ട് ചെയ്തത് വെറുതെ ആയിപ്പോവും. അപ്പച്ചൻ പറഞ്ഞു ഒരു രക്ഷയില്ല, എന്നെ കാണിക്കാതെ അടയ്ക്കാൻ പറ്റുകയില്ല. ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് കാണിക്കരുത്, നിങ്ങൾ റിസ്ക് എടുത്ത് വേണേൽ കാണിച്ചോ. ഉടനെ മക്കൾ പറയുകയാണ് ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞതൊന്നും ധിക്കരിച്ച ചരിത്രം ഞങ്ങൾക്കില്ല, അതുകൊണ്ട് അപ്പച്ചനെ കാണിക്കാതെ അടക്കിയില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പിന്നെ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് കാണിക്കണ്ട എന്ന് പറഞ്ഞു. ഈ ബില്ല് കൊണ്ടുവന്ന് അപ്പച്ചനെ കാണിച്ചു. 4 ലക്ഷം രൂപയുടെ ഒരു ബില്ല്. ഈ ബില്ല് കൈ പിടിച്ചുകൊണ്ട് അപ്പച്ചൻ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പച്ചൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴേ ഡോക്ടർ അടുത്ത് നിന്ന് മക്കളോട് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ കാണിക്കരുതെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ തല ഉയർത്തി ഒരു വാചകം പറഞ്ഞു, ഡോക്ടറെ ഈ ബില്ലിലെ 4 ലക്ഷം എന്ന തുക കണ്ടിട്ട് ഞാൻ കരഞ്ഞല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് അത്ഭുതമായി. ഡോക്ടർ അപ്പച്ചനോട് ചോദിച്ചു പിന്നെന്തിനാ അപ്പച്ചൻ കരഞ്ഞ്? അപ്പച്ചൻ പറഞ്ഞ വാചകം ഈ പന്തലിൻ കീഴിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേൾക്കണം. കഴിഞ്ഞ 10 ദിവസം എൻ്റെ ഹൃദയം കാത്തു സൂക്ഷിച്ചതിന് നിങ്ങൾ 4 ലക്ഷം രൂപ ബില്ലിട്ടെങ്കിൽ കഴിഞ്ഞ 85 വർഷം എൻ്റെ ഹൃദയം ഒരു കേടും കൂടാതെ സൂക്ഷിച്ച എൻ്റെ ദൈവത്തിന് ഞാൻ ഒന്നും കൊടുത്തില്ലല്ലോ എന്നോർത്ത് കരഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2020 മാർച്ച് മാസം മുതൽ 1 യൂണിറ്റ് ഓക്സിജന് വേണ്ടി കോടീശ്വരന്മാർ ആശുപത്രിയുടെ മുമ്പിൽ കാവൽ കടന്നത് നീ മറക്കരുത്. നിൻ്റെ ഈ ആയുസ്സിൻ്റെ ഈ നിമിഷം വരെ നിനക്ക് സ്വതന്ത്രമായി ഉച്ഛ്വസിക്കുവാനും ശ്വസിക്കുവാനും ഈ വായു തന്ന ദൈവത്തിന് നീ എന്ത് കൊടുത്തിട്ടാണ് നാണമില്ലാതെ ദൈവസന്നിധിയിലിരിക്കുന്നത്? കഴിഞ്ഞ 85 വർഷം എൻ്റെ ഹൃദയം യാതൊരു കേടും കൂടാതെ സൂക്ഷിച്ച എൻ്റെ തമ്പുരാന് ഞാൻ ഒന്നും കൊടുത്തില്ലല്ലോ എന്നോർത്ത് കരഞ്ഞിട്ട് നീ ഇന്ന് ഈ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോകാവൂ. എൻ്റെ ചുറ്റുപാടുകളിൽ 1 യൂണിറ്റ് ഓക്സിജൻ കിട്ടാതെ എത്രയോ ആളുകൾ പിടഞ്ഞു മരിച്ചപ്പോഴും എന്നെ ജീവനോടെ കാത്ത ദൈവമേ, നിനക്ക് ഞാൻ ഒന്നും തന്നില്ലല്ലോ എന്നോർത്ത് കരയാതെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത്. ആർ യു ഫെയ്ത്ത്ഫുൾ? ധാർമ്മിക രംഗത്ത് വിശ്വസ്തതയുണ്ടോ? എന്ത് ഭീകരമായ ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്രയോ വാർത്തകളാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകൾ. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു 10-20 വർഷം മുമ്പ് ഒരു പത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഭർത്താവ് ഭാര്യയെ കൊന്നെന്നോ ഇല്ലെങ്കിൽ ഭാര്യയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തെന്നോ ഒരു വാർത്ത നമ്മൾ വായിക്കുക. അതൊരു 20 വർഷം മുമ്പ്. ഇപ്പോൾ പത്രം എടുത്ത് വായിച്ചാൽ എല്ലാ ദിവസവും ഒരു 10 സ്ഥലത്തെങ്കിലും ഭാര്യയും കാമുകനും കൂടെ ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തെന്ന് കാണാം. ഇല്ലേ 2 പെമ്മക്കളെ ഇട്ടേച്ച് അവൾ കാമുകൻ്റെ കൂടെ പോയി എന്ന് കാണാം. നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ ധാർമ്മികതയ്ക്ക് യാതൊരു വിലയില്ലാത്ത കാലമാണ്. എന്താ കാര്യം എന്നറിയാമോ? ഈ 6:30 മണി മുതൽ രാത്രി 10 മണി വരെ കാണുന്ന ഈ ശപിക്കപ്പെട്ട സീരിയൽ എന്ന് പറയുന്ന സാധനമാണ് നമ്മളെ ഇത്തരത്തിൽ അധാർമികതയിലെത്തിച്ചത്. മലയാളിയുടെ ധാർമ്മികതയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ന്യൂ വിഷൻ എന്ന് പറയുന്നൊരു മാസികയുണ്ട്. അത് ഒരു എക്യുമെനിക്കൽ മാസികയാണ്. എല്ലാ സഭക്കാരും ചേർന്ന് ഇറക്കുന്ന ഒരു മാസികയാണ്. ക്രിസ്മസ് തിരുമേനിയായിരുന്നു അദ്ദേഹം കാലം ചെയ്യുന്നവരെ അതിൻ്റെ പേട്രൺ. CSIയിലെ ബിഷപ്പാണ് ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ. ഞങ്ങൾ വൈദികരൊക്കെ വായിക്കുന്ന ഒരു മാസികയാണ്. അതിൽ മലയാളിയുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യാനായി ഒരു കഥ വന്നത് ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഒരു പള്ളിയിൽ കുമ്പസാര പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ കുമ്പസാര പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് ശനിയാഴ്ച വൈകുന്നേരം ചെന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കാലം സംഭവിച്ചു പോയതെല്ലാം അച്ഛനോട് ഏറ്റു പറയണം.
എന്തൊക്കെ പാപം ജീവിതത്തിലുണ്ടോ അതെല്ലാം പറയണം. അപ്പോൾ ഈ അധാർമികത ജീവിതത്തിൽ സംഭവിച്ച ആളുകൾ ചെന്ന് അച്ഛനോട് ഇതെല്ലാം അങ്ങോട്ട് പറയാൻ തുടങ്ങി. ബിജുവച്ചനെ പോലെ ഒരു കൊച്ചച്ഛനായിരുന്നു അച്ഛൻ, എന്നെപ്പോലെ വല്യപ്പനല്ലായിരുന്നു. അപ്പോൾ ഈ കൊച്ചച്ഛൻ്റെ അടുത്ത് നിന്ന് ഇതെല്ലാം കൂടെ പറഞ്ഞ് വിശദീകരിച്ച് കേട്ടപ്പോൾ ഈ അച്ഛൻ ആകെപ്പാടെ അങ്ങ് വല്ലാതായി. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ദയവേദി ഇനിയും വന്ന് ഡീറ്റെയിൽസ് എന്നോട് പറയണ്ട, ഞാൻ അതുകൊണ്ട് കോഡ് ഭാഷ പഠിപ്പിക്കാം. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വീണു പോയച്ചോ എന്ന് പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും. അപ്പോൾ അന്ന് മുതൽ ഈ കുമ്പസാര പ്രാർത്ഥന ചെല്ലുന്ന ആളുകൾ എന്തെങ്കിലും ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പറയും, അച്ചോ വീണു പോയച്ചോ. ഉടനെ കർത്താവ് പറഞ്ഞ പോലെ പറയും, ഞാനും ശിക്ഷ വിധിക്കുന്നില്ല, മേലാൽ ഈ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടും. അങ്ങനെ ഇരുന്നപ്പോൾ ഈ കൊച്ചച്ഛൻ ട്രാൻസ്ഫറായി പോയി. ഒരു പ്രായമായ അച്ഛൻ വന്നു. അച്ഛൻ ആദ്യത്തെ ശനിയാഴ്ച കുമ്പസാരത്തിന് ചെന്നിരുന്നപ്പോൾ കുറേ എണ്ണം വീണേച്ച് വന്നേക്കുന്നു. അച്ഛൻ വിചാരിച്ച് ഈ പള്ളിയിലുള്ള റോഡിന് കാര്യമായ എന്തോ കുഴപ്പമുണ്ട്, അല്ല ഇത്ര എണ്ണം വീണേച്ച് വരാൻ വകുപ്പില്ലല്ലോ. അച്ഛൻ ആ ഒരാഴ്ച കൊണ്ട് തന്നെ മനസ്സിലായി, അച്ഛൻ്റെ പള്ളിയിലെ ഒരു മെമ്പറാണ് സിറ്റിയിലെ മേയർ. അവന് 2 എണ്ണം പറഞ്ഞിട്ട് തന്നെ കാര്യം, സിറ്റി മേയറും ഈ പള്ളിയിലെ ആളുമായിട്ട് തന്നെ പള്ളിയിലുള്ള റോഡൊന്ന് ശരിയാക്കാൻ. അച്ഛൻ വന്നതേ ഉള്ളൂ, അച്ഛന് പരിചയമൊന്നുമില്ലല്ലോ. അടുത്ത ശനിയാഴ്ച പിന്നെ കുമ്പസാരം, കുറേ എണ്ണം വീണേച്ച് വന്നേക്കുന്നു. അച്ഛൻ രാത്രി വീട്ടിൽ ചെന്നേച്ച് അവന് ഫോൺ ചെയ്ത് പറഞ്ഞു, താൻ എന്തിനാടോ ഇങ്ങനെ സിറ്റിയിലെ മേയറായിട്ടിരിക്കുന്നു. അയാൾ ഞെട്ടിപ്പോയി, എന്നാ പറ്റിയച്ചോ? സിറ്റിയിലെ മേയറും ഈ പള്ളിയിലെ അംഗമായിട്ട് ഈ റോഡൊന്ന് ശരിയാക്കാൻ നിനക്ക് വയ്യോളൂ. അച്ചോ റോഡിന് എന്നാ പറ്റിയച്ചോ? പിന്നെന്താടോ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എത്രയെണ്ണോ വീണേച്ച് വന്നേക്കുന്നത്? അയാളത് കേട്ടപ്പോൾ ഒരൊറ്റ ചിരി, കാരണം പുള്ളിക്ക് കാര്യം മനസ്സിലായി. ഒരൊറ്റ ചിരി ചിരിച്ചപ്പോൾ അച്ഛൻ പറയാം, താൻ ചിരിച്ചോ? തൻ്റെ പെണ്ണുമ്പോൾ ഈ ആഴ്ച 2 പ്രാവശ്യം വീണേച്ച് വന്നത്. ആർ യു ഫെയ്ത്ത്ഫുൾ? മലയാളിയുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യാൻ ഇതിനേക്കാൾ മനോഹരമായ ഒരു ഉദാഹരണം പറയാൻ എനിക്കില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ വിശ്വസ്തതയുള്ള ആളാണോ? നിൻ്റെ ധാർമ്മിക രംഗത്ത് വിശ്വസ്തതയുണ്ടോ? വേദോത്സവത്തിൽ നമുക്ക് കാണാമല്ലോ, കർത്താവും ശിഷ്യന്മാരും കൂടെ ഒരു ദിവസം നടന്ന് ക്ഷീണിച്ച് ഉച്ചയായപ്പോൾ യാക്കോബ് പിതാവിൻ്റെ കിണറിൻ്റെ കല്ലിലോട്ട് കയറി യേശു എഴുന്നിട്ട് കൂട്ടുകാരോട് പോയി വല്ലതും കഴിക്കാൻ വാങ്ങിച്ചോണ്ട് പാടാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 ദിവസം കൂട്ടുകാരും കൂടെ ഭക്ഷണം വാങ്ങിക്കാൻ പോയപ്പോൾ ഉച്ചയ്ക്ക് ഒരമ്മാമ്മ വെള്ളം കോരാൻ വന്നു. സാധാരണ അവിടെ സ്ത്രീകൾ രാവിലെയോ വൈകിട്ടോ ആണ് പോകുന്നത്, ഉച്ചയ്ക്ക് ആരും വെള്ളം കോരാൻ പറ്റില്ല. ഇവർക്ക് രാവിലെ ഇറങ്ങാനൊക്കത്തില്ല, വൈകിട്ടും ഇറങ്ങാം, ആ സൈസ് പാർട്ടിയാണ്. അപ്പോൾ അവൾ ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വന്നു. ഇവളുടെ വരവ് കണ്ടപ്പോൾ യേശുവിന് കാര്യം മനസ്സിലായി. കിണറ്റുകലയിൽ ഇരിക്കുകയാണല്ലോ. വന്നപ്പോൾ യേശു ചോദിച്ചു, എനിക്കൊരു ഇച്ചിരി വെള്ളം കുടിയാൽ, കുഡ് യു പ്ലീസ് ഗിവ് മീ എ ഡ്രിങ്ക്? ഉടനെ അവളെ കർത്താവിനെ നോക്കിയപ്പോൾ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഉച്ചയ്ക്ക് കിണറ്റുകലയിൽ ഇരിക്കുകയാണ്. അയ്യോ അത് പറ്റില്ലല്ലോ, നീ ഒരു യഹൂദനും ഞാനൊരു ശമരിയക്കാരിയുമല്ലേ. അവളുടെ സ്വഭാവം മനസ്സിലായല്ലോ, അപ്പോൾ അവളുടെ ഡയലോഗ് മനസ്സിലായി കാണുമല്ലോ, അവളുടെ ആക്സെൻറ്റ്. ഉടനെ യേശു പറഞ്ഞി, കൊച്ചേ നീ അറിയാത്ത വെള്ളം കുടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ഞാൻ. പിന്നെ കയറും ഇല്ല പാളയും ഇല്ല, നീ പിന്നെ എവിടെ ഇത് വെള്ളം കോരും? ഉടനെ കർത്താവ് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കത്തില്ല. ഉടനെ അവൾ പറയും, എന്നാൽ എനിക്ക് ശകലം എനിക്കോട് തരാമോ? ഉടനെ കർത്താവ് അവളോട് പറഞ്ഞു, എടി നീ പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാമെങ്കിൽ ഈ വെള്ളം തരാമെന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് നടന്നുടനെ കർത്താവ് പറയുകയാണ്, 4-5 എണ്ണം ഉണ്ടായിരുന്നു, ഉള്ളത് എടവറേസ്റ്റി പേരുള്ളതല്ല, വന്നിരിക്കുക അവളും ജീവജലം കുടിക്കാൻ. അല്ലേ, എത്രയോ എണ്ണമാണ് നമ്മുടെ കൂട്ടത്തിൽ ഈ സൈസ് നടക്കുന്നത്. ആർ യു ഫെയ്ത്ത്ഫുൾ? ഡാനിയൽ വാസ് സോ ഫെയ്ത്ത്ഫുൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നേരെ ഒരുപാട് പോവും, എനിക്ക് തിരിച്ചു പോവുകയും വേണം. ഞാൻ പല മേഖലകൾ ചൂണ്ടിക്കാണിച്ചല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരോടും പറയണ്ട, അപ്പുറത്തിരിക്കുന്നവനെ നോക്കണ്ട, ഇപ്പുറത്തിരിക്കുന്നവനെ നോക്കണ്ട, മനസ്സാക്ഷിയോടൊരു ചോദ്യം ചോദിക്കാമോ? നീ വിശ്വസ്തനാണോ? നീ വിശ്വസ്തയാണോ? എന്തുകൊണ്ടാണ് നിനക്ക് എപ്പോൾ ചോദിച്ചാലും എന്നാ പറയാനാ എന്ന് ചോദിക്കുന്നത്? വിശ്വസ്തതയില്ലായ്മയാണ് കാരണം. ഡാനിയൽ വാസ് സോ ഫെയ്ത്ത്ഫുൾ ആൻഡ് ഓണസ്റ്റ്. നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഈ 122 പേരും ദാനിയേലിനെ ഔദ്യോഗിക രംഗത്ത് പിടിക്കാൻ യാതൊരു മാർഗമില്ലെന്ന് കണ്ടപ്പോൾ ഒരു പുതിയ പ്രപ്പോസലോട്ട് വരികയാണ്. 6-ാം അധ്യായം 5-ാം വാക്യം. അപ്പോൾ ആ പുരുഷന്മാർ, നാം ഈ ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുരുഷന്മാർ 122 പേരും കൂടെ പറഞ്ഞു, നമ്മൾ ഈ ദാനിയേലിൻ്റെ മുൻപാകെ അല്ലെങ്കിൽ ദാനിയേലിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ യാതൊരു കാരണവും കണ്ടെത്താൻ പോകുന്നില്ല. കാരണം അവൻ അത്രയ്ക്ക് വിശ്വസ്തനാണ്. എന്താ ന്യായപ്രമാണം? അവൻ്റെ മതജീവിതത്തെ തൊട്ടു നോക്കാൻ അവർ തീരുമാനിച്ചു.
എന്താണ് യഹൂദന് ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത? ന്യായപ്രമാണം യഹൂദൻ്റെ പ്രാണവായുവാണ്. അവൻ അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറില്ല. ന്യായപ്രമാണത്തെ 10 ക്യാപ്സൂളുകളാക്കി മോശ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. അതിനാണ് നമ്മൾ 10 കൽപ്പന എന്ന് പറയുന്നത്. ആദ്യത്തെ കൽപ്പന എന്താണ്? ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിലുള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുത്. നീ ഒന്നിൻ്റെയും മുമ്പിൽ വണങ്ങരുത്. ഇത് വിട്ട് ഒരു യഹൂദനും 1 ഇഞ്ച് ചലിക്കുകയില്ല. അത് ബാബിലോൺകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ദാനിയേൽ എന്ന യഹൂദൻ ഒന്നിൻ്റെയും മുമ്പിൽ വണങ്ങില്ലെന്നും അവൻ യഹോവയുടെ മുമ്പിൽ അല്ലാതെ വണങ്ങുകയില്ല എന്നും ഉറപ്പുള്ളതുകൊണ്ട് ഇവർ 122 പേരും കൂടെ ഒരു പുതിയ പ്രപ്പോസലുമായിട്ട് രാജാവിനെ സമീപിക്കുകയാണ്. 6-ാമത്തെ വാക്യം, അവർ രാജാവിൻ്റെ അടുത്ത് എന്നിട്ട് പറയാണ്, അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജാവിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ഉണർത്തിച്ചതെന്തെന്നാൽ, ദാരിയവേശ് രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. രാജാവ് 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാധിപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. 122 പേരും കൂടെ രാജാവിനെ കാണാൻ ചെന്നിട്ട് പറയണേ, രാജാവേ, അടുത്ത 30 ദിവസത്തേക്ക് ഈ രാജ്യത്തെ ഒരൊറ്റ മനുഷ്യൻ പോലും രാജാവിനെ അല്ലാതെ ഏതെങ്കിലും ഒരു ദേവനോടോ മനുഷ്യനോടോ പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥിച്ചാൽ അവനെ പിടിച്ച് സിംഹക്കുഴിയിലിടും എന്നൊരു കൽപ്പന എഴുതി തരണം. രാജാവിന് വലിയ സന്തോഷമായി. കാരണം അടുത്ത 30 ദിവസത്തേക്ക് രാജ്യത്തെ സകല ജനങ്ങളും തന്നെയാണ് ആരാധിക്കാൻ പോകുന്നത്. രാജാവ് കൽപ്പന എഴുതുകയാണ്. 9-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ബാബിലോണിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വരികയാണ്. രാജാവ് രാജകൽപ്പന എഴുതി. വിരോധ കൽപ്പന എന്നാണ് അവിടെ പറയുന്നത്. വായിക്കാം 9-ാം വാക്യം. അങ്ങനെ ദാരിയവേശ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. അങ്ങനെ ദാരിയവേശ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. മുദ്രമോതിരം വെച്ച് സീൽ ചെയ്ത് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു. ഇനി ശ്രദ്ധയോടെ കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ പുസ്തകത്തിൽ നോക്കണ്ട, ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി 10-ാമത്തെ വാക്യം കേൾക്കുക. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞു. അടുത്ത വാചകം അങ്ങോട്ട് നോക്കിയിരിക്കുക പ്ലീസ്, എന്നെ നോക്കൂ. ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. ഇറ്റ് വാസ് ഓൾറെഡി ഓപ്പൺഡ്. ഈ വിരോധകൽപ്പന എഴുതി എന്ന് കേട്ടപ്പോൾ പോയി അവൻ മാളിക മുറിയുടെ കിളിവാതിൽ തള്ളി തുറന്ന ആളല്ല. ശ്രദ്ധയോടെ വായിക്കണം വേദപുസ്തകം. പാസ്റ്റ് ടെൻസ് ആണ്. വിരോധകൽപ്പന എഴുതി എന്ന് കേട്ടപ്പോൾ മുറി ചെന്നു. ആ മുറിയുടെ പ്രത്യേകതയാണ് പറഞ്ഞേക്കുന്നത്. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്ന് കിടക്കുകയായിരുന്നു. അടുത്ത വാചകം കേട്ടോണം. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ, ഇപ്പൊ അഡീഷൻ ഒന്നും ചെയ്തതല്ല, പിന്നെ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഒരു കൊച്ചു വാക്കുകൂടെ അവിടെ ചെയ്തുകൊണ്ട്, ഇപ്പോൾ സ്തോത്രം ചെയ്തു. ദാനിയേലിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്ന 2-ാമത്തെ കാര്യം, ഡാനിയേൽ വാസ് എ മാൻ ഓഫ് പ്രയർ. അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഇപ്പം നിങ്ങൾ സംശയത്തോട് എന്നോട് ചോദിക്കും, ഞങ്ങളൊക്കെ പ്രാർത്ഥനാ മനുഷ്യരല്ലേ അച്ഛാ, അല്ലെങ്കിൽ ഈ കോവിഡും പിടിച്ച് ഇവിടെ വന്ന് കുത്തിയിരിക്കുമായിരുന്നോ? 35 വർഷമായി മാർത്തോമാ സഭയിലെ വൈദികനാണ് ഞാൻ. ഒരു കാര്യം പറയാം, നമ്മളാരും പ്രാർത്ഥനാ മനുഷ്യരല്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ആവശ്യം വരുമ്പം മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്. അത്യാവശ്യം വരുമ്പം മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം ശ്രദ്ധയോടെ വായിച്ച് കേൾപ്പിച്ചത്. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവൻ ചെന്ന് മാളികമുറിയുടെ കിളിവാതിൽ തള്ളി തുറന്ന ആളല്ല. അവൻ്റെ ജീവൻ അപകടത്തിൽ നായി എന്ന് കേട്ടപ്പോൾ മുട്ടുകുത്തിയതല്ല.
പ്രാർത്ഥന അവൻ്റെ ജീവൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദാനിയേൽ ചെയ്തത് ഏറ്റവും രസകരമായൊരു കാര്യമാണ്. അവൻ സ്തോത്രം ചെയ്തു എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞല്ലോ 35 വർഷമായി മാർത്തോമാ സഭയിലെ വൈദികനാണ്. എൻ്റെ അല്പം ജൂനിയറായ ബിജു അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്, പാസ്റ്റർമാരിരിപ്പുണ്ട്. നമ്മൾ ആരാധനയ്ക്കോ വിശുദ്ധ കുർബാനയ്ക്കോ കയറുമ്പോൾ എവിടുന്നെങ്കിലും ഒരു പേപ്പർ കൊണ്ടുതരും ഒരാൾ. എന്തോന്നറിയാമോ? ഇന്നത്തെ അച്ചായൻ ICUവിലാണ്, പ്രാർത്ഥിക്കണേ. ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞാനൊരു ചോദ്യം ഈ പാസ്റ്റർമാരോടും അച്ഛനോടും ചോദിക്കുകയാണ്. ഈ ICUവിൽ നിന്ന് ഇറങ്ങി ആരെങ്കിലും ഒരാൾ ഒരു ICUവിൽ നിന്ന് ഇറങ്ങി സ്തോത്രം ചെയ്യണം എന്ന് പറഞ്ഞൊരു പേപ്പർ കൊണ്ട് തന്നിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം എന്നറിയോ? കാര്യം സാധിക്കാൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ICUവിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കണം, ഇറങ്ങിയ സ്തോത്രം ചെയ്യണോ? അത് വേണ്ട. ദാനിയേലിൻ്റെ പ്രത്യേകത മനസ്സിലായോ? അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു പ്രാർത്ഥന. ഞാൻ 10-26 വർഷം കേരളത്തിന് പുറത്താണ് ശുശ്രൂഷ ചെയ്തത്. ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെയാണ് ജീവിച്ചത്. ഇപ്പോൾ ഒരു ജനുവരി മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ അമ്മാമ്മമാർ, ഞാൻ ഈ അമ്മാമ്മമാരെന്ന് ജനറലി വിളിക്കുകയാണ്, അമ്മാമ്മമാർ കാണാൻ വരും. അച്ഛാ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. അച്ഛാ, അയ്യോ മോക്ക് എന്നാ പറ്റി? അല്ല അവൾ 10ാം ക്ലാസ്സിലാണേ, എന്നെ 9ാം ക്ലാസ് വരെ ഉഗാണ്ടയിലായിരുന്നു. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? 10ാം ക്ലാസ്സിൽ കയറുമ്പോൾ അല്ലേ? നമ്മുടെ പ്രാർത്ഥന എപ്പോഴാണെന്ന് മനസ്സിലായോ? ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കണം. കൊറോണ വന്നപ്പോഴത്തേക്ക് അങ്ങ് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന മാത്രം എഴുതി ഗോ കൊറോണ പാടുവാണ് അല്ലേ? കൊറോണ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾക്ക് 2 മക്കളാണെന്ന് പറഞ്ഞല്ലോ, പിന്നെ അത് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൽക്കട്ടയിൽ ബിഷപ്സ് കോളേജിൽ അധ്യാപകനായിരുന്ന സമയത്ത് ഞങ്ങളുടെ മക്കൾ കോയമ്പത്തൂർ കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്. അന്നാണ് ആദ്യമായിട്ട് അവർക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത്. അവർ BTech ചെയ്ത നാട്ടിൽ തന്നെയാണ്, MTechനാണ് അവിടെ കൊണ്ട് ചേർത്തത്. ആ സമയത്താണ് ആദ്യമായിട്ട് അവർക്കൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത്. രാവിലെ 7:30ക്കും വൈകിട്ട് 7:30ക്ക് ഫോൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 പേരും ഇരട്ടകളാണ്, ഒരുപോലെ ഇരിക്കും, ശബ്ദം ഒരുപോലാണ്, ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും തിരിച്ചറിയാല. അപ്പോൾ രാവിലെ 7 ആകുമ്പോൾ ഫോൺ വരും, ഒരാൾ എന്നോട് സംസാരിക്കും, എന്നിട്ട് 2ാമത്തെ ആൾ വാങ്ങിച്ച് സംസാരിക്കും, എന്നിട്ട് അമ്മയുടെ കൊടുക്കും, 2 പേരും മാറി മാറി സംസാരിക്കും. അപ്പോൾ കൂടെ പഠിക്കുന്ന പിള്ളേർ കളിയാക്കും, വലിയ എഞ്ചിനീയർമാരാണ്, ബുദ്ധിയില്ല. എടി സ്പീക്കർ ഓൺ ചെയ്യാമെങ്കിൽ 4 പേർക്കും കൂടെ സംസാരിക്കരുതോ, കുറച്ച് പൈസ ഇല്ലേ ചിലവാകുള്ളൂ. ആ മക്കളെ വളർത്തിവിട്ട അപ്പനും അമ്മ നിലയിൽ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ മക്കൾ അവരോട് പറയും, സ്പീക്കർ ഓൺ ചെയ്താൽ ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ ഒരുമിച്ച് സംസാരിക്കാമെന്നറിയാം, ചിലവും കുറവാണ്. പക്ഷേ ഞങ്ങൾക്ക് അച്ചാച്ചനോട് പറയാനുള്ളത് അച്ചാച്ചനോട് പറയണം, അമ്മയോട് പറയാനുള്ളത് അമ്മയോട് പറയണം. ദൈവം നിൻ്റെ അപ്പനാണ് എന്ന് തോന്നാത്തിടത്തോളം കാലം നിനക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനൊക്കത്തില്ല. നീ ആവശ്യം വരുമ്പോൾ മാത്രം ദൈവസന്നിധി ചെല്ലുന്ന ആളാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളാണ്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ഫാൻസൊക്കെ ഉള്ളൊരു അച്ഛനാണ് ഞാൻ കേട്ടോ. അപ്പോൾ എന്നെ രാത്രിയിലൊക്കെ അവർ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും, ഇതുപോലെ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ, രാത്രി ഒരു 10-11 മണിയായിട്ട് വിളിക്കാമെന്ന് ഞാൻ പറയാറുണ്ട് സാധാരണ. ഞാൻ ഈ തിരുവല്ലയ്ക്ക് അടുത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങളിതുപോലെ എവിടെയോ ഒരു മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ച് രാത്രി വീട്ടിൽ ചെന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. 11:30 മണിയായി, ഉറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ഹലോ, ഞാൻ പറഞ്ഞു ഹലോ. അപ്പുറത്തുനിന്ന് ചോദ്യമാണ്, ഓർമ്മയുണ്ടോ ഈ ശബ്ദം? ഞാൻ വിചിതാരാണ്, സുരേഷ് ഗോപിയാണ്. രാത്രി 11:30. ഞാൻ ആരാണ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. രാത്രി 11:30. ഞാൻ സഹോദരൻ ആരാന്ന് പറഞ്ഞു. എന്നാലും അച്ഛനൊന്ന് ട്രൈ ചെയ്തേ. ഞാൻ സഹോദരൻ ആരാന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ ശബ്ദം മറന്നുപോയോ? വലിയ പരിഭവമാണ്. അപ്പോൾ കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ചോദ്യങ്ങളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. PSCയുടെ ടെസ്റ്റ് എഴുതുന്നവർ ഇതേ ചോദ്യം പുള്ളി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊരു ചോദ്യം, കൊച്ചമ്മ എവിടെ ഉണ്ടോ? അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരാരാണ്, ഈ ചെറുകരക്കാരാണ്, അവർ ഒരുപാട് ഈ ഭൂമി മുഴുവനുള്ള പാർട്ടികളാണ്, അവരുടെ ആരാണ്ടാണ്. ഞാൻ ഫോൺ എടുത്ത് കൈ കൊടുത്തു. അവളോട് ചോദിക്കുകയാണ്, കൊച്ചമ്മേ ഓർമ്മയുണ്ടോ ഈ ശബ്ദം? അവളോട് ഞാൻ ആരാ ഒരു പിടിയില്ല എനിക്ക്. ഫോൺ തിരിച്ച് എൻ്റെ തന്നു. അപ്പോൾ അവൻ പറയാണ്, അച്ഛൻ ഐ ആം സോ ആൻഡ് സോ കോളിംഗ് ഫ്രം കാലിഫോർണിയ. സോ വാട്ട്? ഇയാൾ എവിടുന്ന് വിളിച്ചാൽ നമ്മൾ നമ്മുടെ പരിചയം എന്താണ്? അടുത്ത വാചകം കേട്ടോണം. അച്ഛാ 10 വർഷം മുമ്പേ നമ്മൾ തിരുവല്ലായി വെച്ചൊരു കല്യാണത്തിന് കണ്ടില്ലായിരുന്നോ? ഞാനും അവനും നമ്മളെ ബന്ധം മനസ്സിലായോ? 10 വർഷം മുമ്പ് തിരുവല്ലായി വെച്ച് ഞാനൊരു കല്യാണത്തിന് കണ്ടെന്ന്.
അവൻ അമേരിക്കക്കാരനായതുകൊണ്ട് ഹലോ എന്ന് വിളിച്ചാലുണ്ട് ഞാൻ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇനി ഒരു ആത്മീയ സത്യം നിങ്ങളോട് പറയാൻ പോവാണ്. രാവിലെയും വൈകിട്ടും ഞങ്ങളെ ഫോൺ ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹലോ എന്ന് വിളിക്കുന്നതിന് മുമ്പ് അതാരാണ് എന്നെന്ന് എനിക്ക് തിരിച്ചറിയാം. 10 വർഷത്തിലൊരിക്കൽ എന്നെ വിളിക്കാനിരിക്കുന്നവൻ്റെ ശബ്ദം ഞാൻ തിരിച്ചറിയില്ല. തിരിച്ചറിഞ്ഞാൽ പോലും ചിലപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യില്ല. നീ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവപൈതലാണെങ്കിൽ അവൻ നിൻ്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് നിന്നെ തിരിച്ചറിയുന്ന ഒരു ദൈവമാണ്. നിൻ്റെ മക്കൾ 10ാം ക്ലാസ്സിൽ കയറുമ്പോഴും നിൻ്റെ ഭർത്താവ് ICU കയറുമ്പോഴും കൊറോണ വരുമ്പോഴും നീ പ്രാർത്ഥിക്കാൻ നിന്നാൽ ദൈവം ഒരു പക്ഷേ നിന്നെ മൈൻഡ് ചെയ്യണം. കാരണം നീ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവപൈതലല്ല, അത്യാവശ്യത്തിന് തെണ്ടക്കാരനെ പോലെ തെണ്ടാൻ നടക്കുന്ന ആളാണ്. ദൈവം നിന്നെ മൈൻഡ് ചെയ്തു എന്ന് വരില്ല. പ്രിയപ്പെട്ടവരെ, അർത്ഥമുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്ന് പറയുന്നത്. കഷ്ടം അനുഭവിപ്പാൻ നമ്മൾ നിയമിക്കപ്പെട്ടിരിക്കുകയാണെന്ന്, നമ്മൾ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രതിസന്ധി ഉണ്ടാവില്ല എന്നല്ല. അത് തെറ്റിദ്ധാരണയാണ്, അത് തെറ്റായ പ്രസംഗവുമാണ്. പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാവില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. സംശയമുണ്ടോ? 16ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും. അവർ അവനെ സിംഹക്കുഴി പിടിച്ചിട്ടു. ദാനിയേൽ ഇത്രയും പ്രാർത്ഥിക്കുന്ന ആളായിട്ടും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവനായിട്ടും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചവനായിട്ടും അവനെ സിംഹക്കുഴി കൊണ്ട് പിടിച്ചിട്ടു. പക്ഷേ ഞാനിനി ഒരു വാക്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്യമാണ്. 22ാമത്തെ വാക്യം ഞാൻ തന്നെ പറയാം. 22ാമത്തെ വാക്യം, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. ദാനിയേലിൻ്റെ വാക്കാണ്, ശ്രദ്ധിച്ചോണം. ശക്തമായി പറയണം, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ദൈവവചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിൻ്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലാണെങ്കിൽ നീ സിംഹക്കുഴി വീണാലും കൊറോണയുടെ മുമ്പിൽ പിടിപെട്ടാലും ICUവിൽ കയറിയാലും സിംഹം നിൻ്റെ നേരെ വാതുറക്കണോ എന്ന് എൻ്റെ സ്വർഗത്തിലെ ദൈവം തീരുമാനിക്കും. ശത്രുക്കൾ നിനക്ക് സിംഹക്കുഴി ഒരുക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞേക്കാം. നിനക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ ആരെ കൊണ്ടും കഴിഞ്ഞേക്കാം. സാത്താൻ നിൻ്റെ ചുറ്റും ഊടാടി സഞ്ചരിക്കുന്നുണ്ടാവാം. പക്ഷേ അത് നിന്നെ തൊടണോ വേണ്ടയോ എന്ന് എൻ്റെ ദൈവം തീരുമാനിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അതാണ്. നിൻ്റെ ഏത് പ്രതിസന്ധിയിലും അവൻ നിൻ്റെ കൂടെ ഉണ്ടാവും. അവൻ നിന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഇത്. ഈ അടുത്ത കാലത്തായി ഏത് കൺവെൻഷൻ വേദിയിലും കേൾക്കുന്ന ഒരു പാട്ടുണ്ട്. നമ്മൾ ഈ പാട്ടുകൾ വെറുതെ പാടുന്നത് കൊണ്ടും നമ്മളെ സ്പർശിക്കാത്തത് കൊണ്ടും നമുക്കൊരു കുഴപ്പമില്ല. പാടിയത് കേട്ടിട്ടുമില്ല, പാടിയവർക്കും അറിയത്തില്ല, കേട്ടവർക്കും അറിയത്തില്ല. പക്ഷെ നമ്മൾ പറയുന്നൊരു പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ആ പാട്ടെങ്ങനെയാണ്? ഞാൻ ഈ പ്രസംഗിച്ച് എൻ്റെ തൊണ്ട വല്ലതായി പോയിട്ട് പാടി എന്നോട് കുറ്റം പറയരുത് കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് പാടാൻ ശ്രമിക്കുക, പാട്ടാന്നൊന്നും പറയണ്ട. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഈ വിശ്വാസമുണ്ടോ? ഈ വിശ്വാസമുണ്ടോ? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനെന്ന് ഞാൻ ചോദിക്കില്ല. എന്താ കാര്യം? എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്യുന്നവനാണ് എൻ്റെ ദൈവം. നന്മയ്ക്കല്ലാതെ ദൈവം ഒന്നും നമുക്ക് വേണ്ടി ചെയ്യില്ല. ഞാനൊരു കഥ പറയട്ടെ, നിങ്ങളങ്ങ് ഇച്ചിരി കൂടെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയാണ്. ഈ നിങ്ങളുടെ മസിൽ വരിഞ്ഞ് മുറുങ്ങുമ്പോൾ എനിക്കും മുറുക്കം കൂടും. ഞാൻ ഒന്ന് ലൂസാക്കാൻ ഒരു കാര്യം പറയാം. എനിക്ക് ബാലരമ വലിയ ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞുനാൾ ഞാൻ ഭയങ്കരമായിട്ട് ബാലരമ വാങ്ങിക്കുന്നത്, ഇപ്പോഴും കൈ കിട്ടിയാൽ വായിക്കും. കാര്യം എന്താണെന്നറിയോ? ഈ ബാലരമയിൽ ഒരുപാട് സാരോപദേശ കഥകൾ വരും. ഞാൻ പണ്ട് വായിച്ച ഒരു കഥ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനൊരു മന്ത്രി ഉണ്ടായിരുന്നു.
ആ മന്ത്രിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്തോ പറഞ്ഞാലും പറയും നല്ലതിനാ രാജാവേ. പോസിറ്റീവാണ് പുള്ളി എപ്പോഴും. രാജാവിനാണ് ഇത് കേൾക്കുന്നതേ ദേഷ്യമാണ്. എന്തോ പറഞ്ഞാലും മന്ത്രി പറയും നല്ലതിനാ രാജാവേ. ഈ രാജാവും മന്ത്രിയും കൂടെ ഒരിക്കൽ വേട്ടയ്ക്ക് പോയി. വനത്തിൽ കൂടെ പോയി അങ്ങ് ഉൾക്കാട്ടി ചെന്നു. ക്ഷീണിച്ചപ്പോൾ രാജാവ് ഒരു കാട്ടുവള്ളിയെ കയറി പിടിച്ചു. ഈ വള്ളിയെ പിടിക്കുകയും മോളിൽ നിന്ന് ഒരു പാറക്കല്ല് ഉരുണ്ട് വന്ന് രാജാവിൻ്റെ തള്ളവിരലങ്ങ് മുറിഞ്ഞു പോയി കാലിൻ്റെ. ഉടനെ മന്ത്രി പറയാണ് നല്ലതിനാ രാജാവ്. രാജാവിൻ്റെ കാല് മുറിഞ്ഞതിൻ്റെ ദേഷ്യവും വേദനയും അതിനിടയ്ക്കും കൂളായിട്ട് നല്ലതിനാ രാജാവേ എന്ന് പറഞ്ഞതിന് അവനോട് വല്ലാത്ത ദേഷ്യവും. ഇവനിട്ടൊന്ന് കൊടുത്തിട്ട് തന്നെയെന്ന് കാര്യമെന്ന് രാജാവ് തീരുമാനിച്ചു. രണ്ടുപേരും കൂടെ മുന്നോട്ട് നടന്നു. ഒരു വലിയ കുഴി കണ്ടപ്പോൾ രാജാവ് ഒരൊറ്റ തള്ളു വെച്ച് കൊടുത്തു. ഇവൻ പോയി ആ കുഴിയുടെ അടിയിൽ അങ്ങ് വീണു. താഴെ ചെന്ന് വീണപ്പോൾ പറയാം നല്ലതിനാ രാജാവേ. രാജാവ് ഓൾറെഡി ഭ്രാന്തനായിരുന്നു. അതിൻ്റെ കൂടി ഈ കുഴി വീണപ്പോഴത്തേക്ക് അവന് ഇരട്ടി വട്ടളകിയ ലക്ഷണമാണ്. പറഞ്ഞു തീർന്നില്ല. ഹോയ് ഹോയ് എന്നൊരു സൗണ്ട് കേട്ടു. ആദിവാസികളെല്ലാം കൂടെ വന്ന് രാജാവിനെ പിടിച്ച് കെട്ടിക്കൊണ്ടങ്ങ് പോയി. കൊണ്ടുപോയി ബലിത്തറയെ കൊണ്ടുവച്ചു. അവരുടെ പൂജാരി പരിശോധിക്കാൻ വന്നപ്പോൾ ആദിവാസികളാണെങ്കിലും പാവങ്ങളാണെങ്കിലും ഉണ്ടല്ലോ, അവർ ഊനമുള്ളതിനൊന്നും ദൈവത്തിന് കൊടുക്കത്തില്ല. അത് നമ്മൾ അമിടുക്കരും. മീൻകാരനെടുക്കാത്ത രൂപയെ സ്തോത്രാഴ്ച സഞ്ചിക്കാത്തിട്ടാൽ കുഴപ്പമൊന്നുമില്ല, ആരും അറിയത്തില്ല. നമ്മളങ്ങനെയല്ലേ പറ്റിക്കുന്നത്. പക്ഷേ ആദിവാസികളാണെങ്കിൽ പോലും അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. ഊനമുള്ളതിനെ അവർ ദൈവത്തിന് കൊടുക്കുകയില്ല. വന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ രാജാവിനൊരു വിരലില്ല. ഉടനെ പൂജാരി പറഞ്ഞു ഇവനെ ബലി കഴിക്കാൻ ഒക്കത്തില്ല. രാജാവിനെ അഴിച്ചു വിട്ടു. ജീവൻ കെട്ട രാജാവ് അപ്പോഴാണ് ഓർത്തത്. കാല് മുറിഞ്ഞപ്പോൾ മന്ത്രി എന്തോ പറഞ്ഞ് നല്ലതിനാ രാജാവ്. അയ്യോ, ഞാൻ പാവത്തിനെ ഞാൻ പിടിച്ച് കുഴിയിലിട്ടല്ലോ. ഓടി വന്ന് കാട്ടുവള്ളിയെല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഇവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്തു, കരക്കേറ്റി നിർത്തി. അപ്പോൾ മന്ത്രി പറയാണ് നല്ലതിനാ രാജാവേ. രാജാവിന് അങ്ങ് ചിരി വന്നു. ഉടനെ ഇവൻ പറയാണ് രാജാവേ, നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ നിന്നപ്പോൾ രാജാവിൻ്റെ കാലിൽ കല്ല് വീണ് വിരൽ മുറിഞ്ഞു. നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ നിന്നിരുന്നെങ്കിൽ നമ്മളെ രണ്ടുപേരെയും കൂടെ അവർ പിടിച്ചുകൊണ്ട് പോയേനെ. രാജാവിനെ പരിശോധിച്ചപ്പോൾ രാജാവിൻ്റെ വിരലില്ലാത്തതുകൊണ്ട് രാജാവിനെ വിട്ടേനെ. എനിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് എന്നെ അവർ ബലി കഴിച്ചേനെ. രാജാവ് എന്നെ കുഴി തള്ളിയിട്ടതുകൊണ്ട് ഞാനും രക്ഷപ്പെട്ടു, വിരൽ മുറിഞ്ഞതുകൊണ്ട് രാജാവും രക്ഷപ്പെട്ടു. മണ്ട ക്രിസ്ത്യാനി, നിനക്ക് കൊറോണ വന്നാലും വെള്ളപ്പൊക്കം വന്നാലും ദൈവം അറിയുന്നു എന്ന് തിരിച്ചറിയാമെങ്കിൽ എന്തിനാ ഭാരപ്പെടുന്നത്? പാട്ട് പാടാനൊരു മടിയില്ലല്ലോ. കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ്റെ അടിച്ചം കാച്ചു കാണും. പിറ്റേ ദിവസം പ്രാർത്ഥനയ്ക്കാണ്. അച്ഛൻ ചോദിക്കുക എന്നാ പറ്റി? പനിയാച്ചാ. ഒരെണ്ണം പള്ളിയിൽ കയറത്തില്ല. ഇപ്പോൾ എന്താ കാര്യം എന്നറിയോ? കൊറോണയാണ്. ATM പോയി പിടിപ്പിക്കും. ഒരു കൊറോണയും ഇല്ല അല്ലേ? ഞാൻ ഈ പാസ്റ്റർമാരോട് ചോദിക്കുന്നത്, എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ അനുഭവത്തിൽ നമ്മുടെ ആരാധനയ്ക്ക് വരുമ്പോഴല്ലേ ആളുകൾ ഏറ്റവും വൃത്തിയായിട്ട് വരുന്നത്, കുളിച്ചേച്ച് വരുന്നത്? ഭൂമിയിൽ ഏറ്റവും വൃത്തിയായിട്ട് പോകാൻ പറ്റിയ സ്ഥലം ഏതാണ്? ആരാധനാലയങ്ങളാണ്, അല്ലേ? അവിടെ നീ പോത്തില്ല. ചന്തയിൽ പോയി മീൻകാരൻ്റെ മുമ്പിലങ്ങ് നിൽക്കുക, എന്നിട്ട് അവൻ തരുന്ന നോട്ട് പിന്നെയും വെച്ച് എണ്ണം. ഒരു കുഴപ്പമില്ല. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ സന്നിധി സ്തോത്രം പറയാൻ ദാനിയേലിനെ പോലെ നിനക്ക് കഴിയുമോ? അപ്പോഴാണ് നീ ഒരു ദൈവ പൈതലാകുന്നത്. ഡാനിയേൽ വാസ് എ മാൻ ഓഫ് പ്രയർ. മനസ്സിലായോ? നമ്മൾ പ്രാർത്ഥനാ മനുഷ്യരാണോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. ദാനിയേലിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കാം. 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ. അധികാലത്ത് എഴുന്നേറ്റ് രാജാവ് അതിന് മുമ്പ് ഒരു വാക്കുണ്ട്. രാജാവ് അധികാലത്ത് എഴുന്നേറ്റു, ബന്ധപ്പെട്ട സിംഹ ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ശബ്ദത്തിൽ ദാനിയേലിനെ വിളിച്ചു. എനിക്ക് വാക്യം വായിക്കുമ്പോൾ അങ്ങ് ചിരി വരും.
ഞാൻ പണ്ട് ഈ മിമിക്രി മോണോ ആക്റ്റും ഒക്കെ നടന്ന ആളാണ്. അച്ഛനാകെ നടന്ന ആളൊന്നും അല്ല. ഞങ്ങളുടെ പള്ളിയിൽ വന്ന ഒരു അച്ഛൻ എന്നെ പിടിച്ച് നിർബന്ധിച്ച് സെമിനാരി വിട്ടതാണ്. അതിന് മുമ്പ് പരിപാടി ഇതൊക്കെയായിരുന്നു: മിമിക്രി, മോണോ ആക്ട്, നാടകം. ഈ രാജാവിൻ്റെ ഈ വാക്യം വായിക്കുമ്പോൾ എനിക്കങ്ങ് ചിരി വരും. രാജാവല്ലേ, രാജഭരണം എന്ന് പറഞ്ഞാൽ രാജാവ് വിചാരിക്കുന്നതിനപ്പുറത്ത് ആരും ചോദ്യം ചെയ്യാനില്ല. അന്നത്തെ സംവിധാനം അങ്ങനെയാണ്. നമ്മൾ ജനാധിപത്യത്തിലാണ് താമസിക്കുന്നതെന്നാണ് പറയുന്നത്, അല്ലേ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് നമ്മൾ തന്നെ നമ്മളെ ഭരിക്കുകയാണ്. എവിടെ രക്ഷ? എന്നാൽ രാജഭരണത്തിൽ അങ്ങനല്ല. എന്താണ്? രാജാവാണ് തീരുമാനിക്കുന്നത്. ഓർക്കുന്നില്ലേ? ഒരു രാജാവിനെ ഓർമ്മയില്ലേ? ഭാര്യയോട് പറഞ്ഞു, നീ ഒരുങ്ങിക്കെട്ടി എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വന്ന് നിൻ്റെ സൗന്ദര്യം കാണിക്കണമെന്ന്. അവൾ പറഞ്ഞു ഒക്കത്തില്ലെന്ന്. അന്ന് തന്നെ അവളെ രാജ്ഞി പദത്തിൽ നിന്ന് മാറ്റി. അതാ രാജാവ്. രാജാവിൻ്റെ പിടികിട്ടിയില്ലേ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്? രാജാവിന് എന്തും ചെയ്യാം. എന്നാൽ ഈ രാജാവിന് ഈ ദാനിയേലിനെ കുഴി പിടിച്ചിട്ടരുതായിരുന്നോ? ഇടാമായിരുന്നു. പക്ഷെ ദൈവം ഇതെന്തിനാണ് ചെയ്യിക്കുന്നറിയോ? നമ്മളെ ചില പാഠം പഠിപ്പിക്കാനാണ്. എന്നിട്ട് അവനെക്കുറിച്ച് സിംഹകൂടിയിലിട്ട് വെച്ച് വെളുപ്പം കോലത്ത് എഴുന്നേറ്റിരിക്കുകയാണ്. അധികാലത്ത് എഴുന്നേറ്റെന്ന്, അലാറം വെച്ച് എഴുന്നേറ്റെന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ദുഃഖശബ്ദത്തിൽ മിമിക്രി കളിക്കുക. കുഴിയുടെ കരയ്ക്ക് വന്ന ദാനിയേലേ, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളാണ് സിംഹക്കുഴി കിടക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളെ കുഴി പിടിച്ചിട്ട ആളാണ് രാവിലെ കുഴിയുടെ കരയ്ക്ക് വന്നിട്ട് കുഞ്ഞമ്മേ എന്ന് വിളിച്ചാൽ ആ കുഴി കിടന്നുകൊണ്ട് എന്തോ പറയും? ഒരു വാചകം മനസ്സിൽ വന്നില്ലേ? അത് കൺവെൻഷൻ പന്തലായോണ്ടല്ലേ മിണ്ടാത്തേ, അല്ലേ? ആ സൈസ് സാധനമില്ല നമ്മുടെ വായി വന്നത്, അല്ലേ? ആ വാചകം അവിടെ ഇരിക്കട്ടെ, മായ്ച്ചു കളയരുത്, അവിടെ ഇരിക്കട്ടെ. ഇനി ദാനിയേൽ എന്തോ പറഞ്ഞെന്ന് നോക്കി. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു നോക്കി. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. 21 വാക്യം. ദാനിയേൽ രാജാവിനോട് രാജാവ് ദീർഘായുസ്സോടെ രാജാവേ നിനക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കട്ടെ. മതി. എന്നെ സിംഹക്കുഴിയിൽ പിടിച്ചിട്ട രാജാവേ നിനക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ. വിശന്ന് പൊരിഞ്ഞ സിംഹത്തിന് നടുവിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കാൻ മടിയില്ലാതെ ഈ രാവിലെ വന്ന് എൻ്റെ ക്ഷേമാന്വേഷണം അന്വേഷിക്കുന്ന രാജാവേ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ മുമ്പേ വായി വന്ന വാചകവും ഇതും കൂടെ ഒന്ന് ചേർത്ത് വെച്ചേ. പർവ്വത പ്രസംഗത്തിൽ യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ? യേശു കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പ്രകടന പത്രികയാണല്ലോ സെർമൺ ഓൺ ദ മൗണ്ട്. മത്തായി 5, 6, 7 അധ്യായങ്ങൾ, അല്ലേ? 5-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് 44-ാം വാക്യത്തിൽ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഞാനൊരു സ്ഥലത്ത് ഈ വാക്യം ഒരു പ്രസംഗമധ്യേ പറഞ്ഞപ്പോൾ ഒരമ്മച്ചി അവിടെ നിന്ന് പറയാം, അച്ഛാ കർത്താവിന് അങ്ങനെയൊക്കെ പറയാം, എന്നാൽ ഈ ശത്രുക്കളെ അങ്ങനെ സ്നേഹിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഓക്കെ അമ്മച്ചി എന്നെയൊക്കെ പ്രായമുള്ള ആളാണ്, അമ്മച്ചി പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് തടസ്സം പറയാം. പിന്നെ രണ്ടാമത്തെ വേണേ നോക്കാം, എന്തുവാ? ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ ഇന്ന് രാത്രി നീ അവൻ്റെ ഇടപാട് തീർക്കണേ, അല്ലേ? ഉപദ്രവിക്കുന്നവന്. ദാനിയേൽ എന്താ ചെയ്തേ? ഉപദ്രവിച്ചവനെ അനുഗ്രഹിക്കുകയാണ്. ദാനിയേലിൻ്റെ 3-ാമത്തെ പ്രത്യേകത, ഉപദ്രവിച്ചവനെ വരെ അനുഗ്രഹിച്ചവനാണ് ദാനിയേൽ. ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്താണ് എന്ന് ചോദിച്ചാൽ, ഉപദ്രവിക്കുന്നവരെ പോലും കൈ ഉയർത്തി അനുഗ്രഹിക്കാൻ കഴിയുന്നവനാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ കഴിയുന്നവരാണ് ദൈവ പൈതൽ. എന്താ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം? നമുക്ക് ആരെയും ബ്ലെസ് ചെയ്യാൻ പറ്റത്തില്ല, സോറി പറയാനും പഠിച്ചിട്ടില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഞാനത് പറഞ്ഞപ്പോൾ ഓർക്കുകയായിരുന്നു, ഞാൻ 2 വർഷം മുമ്പ് സൗദി അറേബ്യയിൽ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. 3 പട്ടണങ്ങളിൽ 21 ദിവസം നീണ്ടു നിന്ന സുവിശേഷ പ്രസംഗങ്ങളാണ്. സൗദി അറേബ്യയുടെ പ്രത്യേകത അറിയാമല്ലോ, അവിടെ സുവിശേഷ പ്രസംഗം നടത്താൻ അനുവാദമില്ല. അവർ പിടിച്ചാൽ അപ്പോഴേ ജയിലിലടയ്ക്കും. ഞാൻ 3 സ്ഥലങ്ങളിൽ 21 ദിവസം കണ്ടിന്യൂസ് പ്രസംഗിക്കാൻ പോയി. അവിടെ ആളുകൾ വരുന്നത് തന്നെ എല്ലാവരും പർദ്ദ ഇട്ടുകൊണ്ടാണ്, സ്ത്രീകൾ മുഴുവൻ പർദ്ദ ഇട്ടുകൊണ്ടാണ് വരുന്നത്, അല്ലാതെ റോഡിൽ ഇറങ്ങാൻ പോലും പറ്റില്ല. അവർ ഈ ഹോളിനകത്തൊരു അണ്ടർഗ്രൗണ്ടിൽ വലിയൊരു ഫാം ഹൗസ് എടുത്ത് അവിടെയാണ് കൺവെൻഷൻ. അവിടുത്തെ ആളുകളുടെ ആവേശം കണ്ടപ്പോൾ
എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ആയിരങ്ങളാണ് കൂടി വന്നത്. പിടിക്കപ്പെട്ടാൽ ജോലി പോകാണ്, അന്ന് തന്നെ നാട്ടിലേക്ക് അയക്കും. പക്ഷേ എന്നാലും ദൈവവചനം കേൾക്കാനുള്ള ദാഹത്തോടെ ആളുകൾ കൂടി വരികയാണ്. ഒരു ദിവസം എന്നെയും കൊണ്ട് പോകുന്ന ആൾ എന്നോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ്, തലേ ദിവസത്തെ കൺവെൻഷനേക്കൊക്കെ പറഞ്ഞ്, ഞങ്ങൾ ചിരിച്ച തമാശ പറഞ്ഞ് ഇങ്ങനെ ചെന്ന് എക്സ്പ്രസ് വേയിലോട്ട് കയറിയപ്പോൾ അവൻ ഓർത്തില്ല എക്സ്പ്രസ് വേയിലോട്ട് കയറുകയാണ് എന്ന്. ഓർക്കാതെ വണ്ടി ഓടിച്ചു പോയപ്പോൾ അതിലെ വന്ന അതിശീഘ്രം പാഞ്ഞു വന്ന ഒരു അറബിയും, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, മില്ലിമീറ്ററുകളുടെ വ്യത്യാസത്തിലും ഞങ്ങളെ ഇടിക്കാതെ മാറിപ്പോയി. ഉടനെ ഈ വണ്ടി ഓടിച്ചാൽ പറയാം, ഇന്ന് എൻ്റെ ജീവിതം പോക്കാണ്. കാരണം ഭയങ്കരമായ കർക്കശക്കാരാണ് സൗദിയിലെ ആളുകൾ, ഭയങ്കര ദേഷ്യക്കാരാണ്. നമ്മൾ എൻ്റെ ജീവിതം പോക്കാണ്. എനിക്കാണെങ്കിൽ അറബി അറിയില്ല, ഹീബ്രുവോ ഗ്രീക്കോ വല്ലതും ആയിരുന്നു എന്തെങ്കിലുമൊക്കെ തട്ടിവിട്ടായിരുന്നു. പക്ഷേ ഇതൊരു രക്ഷയില്ല. ഇവൻ്റെ ഇരിപ്പുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം പോക്കാണ് എന്ന്. അയാൾ കാറ് കൊണ്ട് ചവിട്ട് നിർത്തി വെച്ച് വളരെ ക്രുദ്ധിച്ച മുഖത്തോടെ ഇറങ്ങി വന്ന് എന്തൊക്കെയോ അറബിയിൽ ചീത്ത പറഞ്ഞു. അന്തരീക്ഷം മോശമാണെന്ന് കണ്ടപ്പോൾ ഞാനിരുന്ന സ്ഥലത്തെ ഗ്ലാസ് താത്തിട്ട് 2 കൈയും കൂപ്പിയിട്ട് പറഞ്ഞു, സോറി, ഇറ്റ്സ് അവർ മിസ്റ്റേക്ക്, സോറി. എൻ്റെ ഡ്രൈവറെ നോക്കി തെറി പറഞ്ഞുകൊണ്ടിരുന്നവൻ ഞാനിത് പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് നോക്കി. ഞാൻ എന്താ അപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ്. സോറി, ഇറ്റ്സ് അവർ മിസ്റ്റേക്ക്. അവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആ ഒരു സെക്കൻഡ് കൊണ്ട് അവൻ എന്തോ ഒരു വ്യത്യാസം ഉണ്ടായി. അവൻ എന്തൊക്കെയോ വീണ്ടും അവനെ പറഞ്ഞിട്ട് അവൻ തിരിച്ചു പോയി, വണ്ടി എടുത്ത് പോയി. ആ വണ്ടി ഓടിച്ച ചെറുപ്പക്കാരനോട് പറയുകയാണ്, അച്ഛാ, ഭാഷ അറിയാത്തവന് പോലും അവൻ്റെ കൈകൂപ്പി സോറി, ഇതെൻ്റെ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഉപദ്രവിക്കാതെ പോകാൻ ഒരു അറബിക്ക് കഴിയുമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിന്നെ ഉപദ്രവിക്കുന്നവരോട്, നിന്നെ ചീത്ത പറയുന്നവനോട് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു നോക്കാം. ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസം നമുക്കറിയാം. ഞാനൊരു സിമ്പിൾ ഉദാഹരണമാണ്, വളരെ ലോക്കലായ വളരെ സിമ്പിളായ രൂപം പറയാം. ഒരു 10-25 വർഷം മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ കൺവെൻഷന് വരുന്ന ഉപദേശിമാരായിരുന്നല്ലോ പണ്ട് പ്രധാനമായി പ്രസംഗകരൊക്കെ. അച്ഛന്മാരൊക്കെ ഈ പ്രസംഗ പരിപാടിയൊക്കെ ഏറ്റെടുത്തിട്ട് കുറച്ച് കാലമായുള്ളൂ. അതിന് മുമ്പെല്ലാം ഉപദേശിമാരായിരുന്നു. കൊട്ടപ്പന ഉപദേശിയും കുഞ്ഞപ്പി ഉപദേശി, വലിയ കുഞ്ഞപ്പി ഉപദേശി, കൊച്ചു കുഞ്ഞപ്പി ഉപദേശി, ഇവരുടെയൊക്കെ പ്രസംഗം കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ. അന്ന് ഉപദേശിമാർ വരുമ്പോൾ നാട്ടിൽ വന്ന് പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ അമ്മാവിയമ്മ മരുമകൾ പ്രശ്നമാണ്. പണ്ടത്തെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഇപ്പോൾ അമ്മാവിയമ്മ മരുമകൾ പ്രശ്നമൊന്നുമില്ല, ആരും പ്രസംഗിക്കാറില്ല. കാരണം അമ്മാവിയമ്മ മാവേലിക്കരെ, മരുമോള് കുവൈറ്റിലുമാണല്ലോ, എവിടെ പ്രശ്നം ഉണ്ടാകാനാണ്. 2 വർഷത്തിലൊരിക്കൽ വരും, അല്ലേ, ഒരു പാക്കറ്റ് മിഠായിയും 5-6 സോപ്പും 10 ദിവസം നിന്ന് തിരുവല്ലയിൽ കൊണ്ട് തോംസണിൽ നിന്നൊരു ബിരിയാണിയും വാങ്ങിച്ചു തരും. പോകാൻ നേരം 500 രൂപയും കൈ തന്നു. ഉമ്മയെന്ന് പറഞ്ഞൊരു ഉമ്മയെന്ന് നീ എവിടെ വഴക്കുണ്ടാവാനാണ്. ഇനി ആരെങ്കിലും നാട്ടിൽ കിടപ്പുണ്ടെങ്കിൽ ഈ മരുമക്കളും അമ്മാവിയമ്മയും തമ്മിലുള്ള പ്രശ്നം എന്തുവാ? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ അമ്മാവിയമ്മ മരുമകൾ പ്രശ്നം എന്തുവാ? ദക്ഷിണ കൊറിയ അണുബോംബ് ഉണ്ടാക്കിയതാണോ വിഷയം? ഒന്നുമല്ലല്ലോ. ചൈന ഇന്ത്യയുടെ അതിർത്തി കയറിയതാണോ വിഷയം? ഒന്നുമല്ല. പിന്നെന്തോ അമ്മായിമ്മ മരുമകൾ പ്രശ്നം? ഞാൻ വെറുതെ തോന്നിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഈ മരുമോൾ രാവിലെ പയറെടുത്ത് മെഴുക്ക് പുരട്ടാൻ അരിയുമ്പോൾ അമ്മച്ചി അതിൽ വരും, ഇങ്ങനെ അതോടെ പയറരിയുന്നേ. ഉടനെ മരുമോൾ, പിന്നെ നിങ്ങൾ അങ്ങനെ തള്ള അരിഞ്ഞത്, ഇത്രയേ ഉള്ളൂ പ്രശ്നം, അല്ല വേറെ എന്തോ പ്രശ്നം? വേറെ ഒരു പ്രശ്നമില്ല. ഇനി ഇവിടെ ഇന്ന് കൺവെൻഷൻ വന്ന ആരെങ്കിലും ഇത്തരത്തിലുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ വീട്ടിൽ ചെന്നേച്ച് നാളെ രാവിലെ പയറെടുക്കണം. അപ്പോൾ അമ്മച്ചി വരും, ഇങ്ങനെ അതിനോട് പയറരിയുന്നേ. പിച്ചാത്തി താത്ത് വെച്ചേച്ച്, അമ്മച്ചിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. അമ്മച്ചി പറയും, ഇന്നലെ ഈ പെണ്ണ് കൺവെൻഷന് പോയതാ, തലേ വല്ല തേങ്ങ വല്ലതും വീണോ, ഇവർക്ക് എന്തോ പറ്റി? ഏതമ്മാവിയമ്മയും ഒന്ന് സംശയിച്ചേ ബാക്കി പറയത്തുള്ളൂ. ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഭർത്താവ് ചൂടായുമ്പോൾ ഭാര്യ, അച്ചായനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ബോധമുള്ളവന് തല്ലാൻ നോക്കൂ. തിരിച്ചു ആകാം. ഭാര്യ അറുകൊല പോലെ നിൽക്കുമ്പോൾ ഭർത്താവ് പറയാം, ഗോഡ് ബ്ലസ് യു. ദാനിയേൽ പഠിപ്പിച്ച പാഠമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാ ഞായറാഴ്ചയും എവ്രി സൺഡേ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പ്രസംഗവും കഴിഞ്ഞ് പരസ്യമെല്ലാം കഴിഞ്ഞ് അവസാനം ഞാൻ എൻ്റെ ജനത്തോട് എന്നും പറയുന്നൊരു വാക്കുണ്ട്, താങ്ക് യു, ഗോഡ് ബ്ലസ് യു. എവ്രി സൺഡേ എനിക്ക് പറഞ്ഞു വിടാൻ ഒറ്റ വാക്കേ ഉള്ളൂ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു പാസ്റ്റർക്കും ഒരാളിനോട് വഴക്കുണ്ടാക്കാനൊക്കത്തില്ല, ഒരിടവകക്കാരനും ഒരച്ഛനോടും വഴക്കുണ്ടാക്കാനൊക്കത്തില്ല. കാരണം പറയുന്നത് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വ്യത്യാസം എന്താണെന്നറിയാമോ?
നമുക്ക് അവസാനം വായിച്ച് അവസാനിപ്പിക്കാം. 25, 26, 27 വാക്യങ്ങൾ. അഗെയിൻ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. വീണ്ടും അന്ന് ദാര്യാവേശ് രാജാവ് സർവ്വഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതിയത് എന്തെന്നാൽ നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. എന്റെ രാജാധിപത്യത്തിലുള്ള ഉൾപ്പെട്ട ഏവനും ദാനിയേലിന്റെ ദൈവത്തിന് മുൻപാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഒരു തീർപ്പ് ഞാൻ കൽപ്പിക്കുന്നു. ഹോ, എന്തൊരു വാചകമാണ്! പുറജാതിക്കാരനായ രാജാവ് സിംഹഗുഹയുടെ കരയിൽ നിന്ന് വിളിച്ചു പറയാണ്, എൻ്റെ രാജാധിപത്യത്തിലുള്ള ഏതു മനുഷ്യനോടും ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, എൻ്റെ രാജാധിപത്യത്തിലുള്ള സകല മനുഷ്യരും ദാനിയേലിൻ്റെ ദൈവത്തിന് മുൻപാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഒരു തീർപ്പ് ഞാൻ കൽപ്പിക്കുകയാണ്. കാരണം ഞാൻ സിംഹക്കുഴിയിൽ പിടിച്ചിട്ട ഈ മനുഷ്യൻ ഈ കുഴി കിടന്നുകൊണ്ട് എന്നെ കൈ ഉയർത്തി അനുഗ്രഹിക്കണമെങ്കിൽ അവൻ്റെ ദൈവമാണ് വലിയ ദൈവമെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് പുറജാതിക്കാരൻ രാജാവ്. എന്നിട്ട് ആ മനുഷ്യൻ ആ ദൈവത്തെക്കുറിച്ച് പറയുന്ന വാചകങ്ങൾ കേട്ടോ. ആ പുറജാതിക്കാരനായ രാജാവ് ദാനിയേലിന്റെ ദൈവത്തെക്കുറിച്ച് വിളിച്ചു പറയുന്ന വാചകങ്ങൾ തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വായിക്കാം. അവൻ ജീവനുള്ള ദൈവമാണ്, എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത വിശുദ്ധ വേദപുസ്തകം ഇതിനേക്കാൾ മനോഹരമായി എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ രക്ഷിക്കുന്ന ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണ്, ഏത് കൊറോണയും അറിയുന്ന സെൻസുള്ള ദൈവമാണ്. അവൻ ജീവനുള്ള ദൈവമാണ്, നിൻ്റെ പ്രതിസന്ധി അറിയാവുന്ന ദൈവമാണ്. ഭൂമിയിലെ ഏത് ഗൂഗിൾ മാപ്പിനേക്കാളും നിൻ്റെ ഓരോ ചലനങ്ങളും തിരിച്ചറിയുന്നവനാണ് എൻ്റെ ദൈവം. നീ ഇരിക്കുന്നത് അറിയുന്നവനാണ് ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്നവനാണ് ദൈവം, നിൻ്റെ മനസ്സിലെ ചിന്ത വരെ അറിയുന്നവനാണ് ദൈവം. എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ് എന്ന് നമ്മുടെ അയൽക്കാരനെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നീ ഒരു ദൈവപൈതലാവുകയുള്ളൂ. നീ മാർത്തോമക്കാരനാകട്ടെ, യാക്കോബക്കാരനാകട്ടെ, പെന്തക്കോസ്തുകാരനാകട്ടെ, ആരുമാകട്ടെ, നിൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ് എന്ന് നിൻ്റെ അയൽക്കാരനെ കൊണ്ട് പറയിപ്പിച്ചില്ലെങ്കിൽ നീ ഏത് സഭക്കാരനായാലും നീ ദൈവരാജ്യത്തിൽ ഉണ്ടാവില്ല എന്ന് ഈ രാത്രി ഞാൻ നിന്നോട് പറയാം. ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ പറഞ്ഞു തുടങ്ങിയത് ഓർമ്മയുണ്ടല്ലോ. യോഹന്നാൻ വന്നു, കർത്താവ് വന്നു, ഒറ്റ സന്ദേശമേ പറയാനുണ്ടായിരുന്നുള്ളൂ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശമാണ്. അങ്ങനെയാണ് ഈ രാത്രി ഞാൻ നിന്നോട് പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ അയൽക്കാരൻ ഏത് ജാതിക്കാരനാവട്ടെ, ഏത് ഭാഷക്കാരനാവട്ടെ, ഏത് സഭക്കാരനാവട്ടെ, ഇവൻ്റെ ദൈവമാണ്, ഇവളുടെ ദൈവമാണ് ജീവനുള്ള ദൈവം എന്ന് പറയാത്തിടത്തോളം കാലം നീ ദൈവരാജ്യത്തിൽ അംഗമാവില്ല. നീ പെന്തക്കോസ്തൽ അംഗമായിരിക്കും, മാർത്തോമയിലെ അംഗമായിരിക്കും, യാക്കോബയിലെ അംഗമായിരിക്കും, പക്ഷെ ദൈവരാജ്യത്തിലെ അംഗമാവില്ല. ഈ കൺവെൻഷൻ്റെ സമാപന രാത്രി ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ദാനിയേൽ ശുഭകരമായി ജീവിച്ചു? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യത്തോട് മുഴുവൻ ഒരു പുറജാതിക്കാരൻ രാജാവ് ആ രാജ്യത്തെ സകല മനുഷ്യരോട് പറയുന്ന സകല ജാതിക്കാര്, ഭാഷക്കാര്, വംശക്കാര് സകലരോടും പറയാണ്, നിങ്ങൾ ഇന്നു മുതൽ ദാനിയേലിൻ്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. എന്താ ആ മനുഷ്യനുണ്ടായ മാനസാന്തരം? ഒരുത്തനെ സിംഹക്കുഴി പിടിച്ചിട്ടിട്ടും അവിടെ കിടന്നുകൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ കഴിയുന്നവനാണ് ദൈവപൈതൽ എന്ന മനുഷ്യൻ തിരിച്ചറിയുകയാണ്. ദാനിയേൽ വിശ്വസ്തനായിരുന്നു. അവൻ്റെ ജീവിത രംഗങ്ങളിലെല്ലാം അവൻ വിശ്വസ്തനായിരുന്നു. അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രാർത്ഥന അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. പ്രതിസന്ധി വന്നപ്പോൾ സ്വർഗത്തേക്ക് നോക്കി സ്തോത്രം പറഞ്ഞവനാണ് ദാനിയേൽ. തന്നെ ഉപദ്രവിച്ചവനെ വരെ അനുഗ്രഹിച്ചവനാണ് ദാനിയേൽ. പ്രിയപ്പെട്ടവരെ, നമുക്കും ജീവിക്കാൻ ശ്രമിക്കാം ദാനിയേലിനെ പോലെ. ജീവിക്കൂ ദാനിയേലിനെ പോലെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.